Good morning. We'll be starting part A today. So, there are various chapters in part A. നമ്മളതൊരു ഓർഡറിലല്ല, റിലവൻസിനെ ബേസ് ചെയ്തിട്ടും ടഫ്നെസ്സിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് എൻ്റെ ഓർഡർ. സോ തുടങ്ങാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്സ് ചാപ്റ്ററാണ്, ലെസൺ 8. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ടഫ്നെസ്സിന് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ എടുത്ത് പോകാം, സോ ദാറ്റ് സിലബസ് നമുക്ക് കൺട്രോൾ ആവും. അടുത്ത ക്ലാസ്സിൽ പാർട്ട് ബിയിലെ സെക്ഷൻസ് മൊത്തം പറയണം, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ പ്ലീസ് പ്രിപ്പയർ വെരി വെൽ സോ ദാറ്റ് നമുക്ക് ആ ഒരു പാർട്ട് ബി എന്ന് മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റും. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്സ് പാർട്ട് എയിൽ നമ്മൾ പൊതുവെ നോക്കുന്ന ചാപ്റ്റേഴ്സ് ഇൻകോർപ്പറേഷൻ മുതൽ, അതുപോലെ ഷെയർ ഇഷ്യൂ, അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ്, ചാർജ് ക്രിയേഷൻ, ഡെറ്റ് ക്യാപിറ്റൽ, ഡിവിഡൻഡ്, അക്കൗണ്ട്സ്, ഓഡിറ്റ്, ഇതൊക്കെയാണ് നമ്മൾ പാർട്ട് എയിൽ നോക്കുന്നത്. കൂടുതലും കമ്പനിയുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ് പാർട്ട് ബിയിലുള്ളത്, ഡയറക്ടേഴ്സും മീറ്റിംഗ്സും KMP അതുപോലത്തെ കാര്യങ്ങൾ. സോ ഇതൊരു കമ്പാരിറ്റീവ്ലി വലിയ ചാപ്റ്ററാണ്. പൊതുവെ അറിയാമല്ലോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഒത്തിരി കാര്യങ്ങൾ എഴുതിയിരിക്കും. സ്വാഭാവികമായിട്ടും ഇവിടെയും കുറേയൊക്കെ ട്രിം ചെയ്യേണ്ടി വരും. പാർട്ട് എയിൽ കുറേ സ്ഥലങ്ങളിൽ ട്രിമ്മിങ് ആവശ്യമുണ്ട്, കാരണം ഒത്തിരി ഫാസ്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇനി പ്രൊഫഷണൽ പ്രോഗ്രാമിൽ പഠിക്കാനില്ല. സോ ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാക്സിമം ഓപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റഡി മീറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ബട്ട് നമുക്കൊരു ടൈം ഫ്രെയിം വർക്കിൻ്റെ അകത്ത് സ്റ്റുഡൻസിൻ്റെ അറിയാം കപ്പാസിറ്റി കൊണ്ട് പഠിക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ ചില ട്രിമ്മിങ് ചെയ്യും വിത്തൗട്ട് ignoring any of the important areas. Coming to distribution of profits chapter, let me give you an introduction that ഒരു കമ്പനിയിലെ ഷെയർ എടുക്കുന്നത് കൊണ്ടും കമ്പനിയിലെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടും ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നാച്ചുറലായിട്ട് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയും. ഷെയർ ഹോൾഡർ ഇടുന്ന പൈസ മൂല്യം കൂടുക എന്നുള്ളതാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇൻഫോസിസോ TCSോ ഒക്കെ ഇറങ്ങിയ സമയത്ത്, ഷെയർ ഇഷ്യൂ ചെയ്ത സമയത്ത് അല്ല 100 രൂപയ്ക്കോ 50 രൂപയ്ക്കോ ആയിരിക്കും ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അന്ന് ഷെയർ എടുത്ത ആൾക്കാർക്ക് ഇന്നിപ്പോൾ അറൗണ്ട് എത്ര ടൈംസ് ആയിരിക്കും അല്ലേ അതിൻ്റെ വാല്യുവേഷൻ കൂടിയത്. കാരണം 1500 രൂപയിലാണ് ഇപ്പോൾ ഇൻഫോസിസ് ട്രേഡ് ചെയ്തത്. അതുപോലെ TCS ആണെങ്കിൽ അറൗണ്ട് 3000-നാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ ഏതൊരു നല്ലൊരു ലിസ്റ്റഡ് കമ്പനി നിങ്ങൾ എടുത്ത് നോക്കിയാലും അന്ന് വളരെ കാലം മുമ്പ് ഷെയർ ഹോൾഡേഴ്സ് എടുത്ത ഷെയർസിൻ്റെ അറൗണ്ട് 30, 50, 60, എന്തിന് ദർ ആർ മെനി ഷെയർസ് 1500 ടൈംസ് വരെ കൂടി വാല്യൂഷൻ കൂടിയ ഷെയർസ് ഉണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു നെയിം ദാറ്റ് ഷെയർസ്, ബട്ട് സ്റ്റിൽ. അപ്പോൾ ഇതാണ് ഷെയർ ഹോൾഡറിൻ്റെ മൂല്യം ഷെയർ വച്ചിരിക്കുന്ന വാല്യൂവിൻ്റെ മൂല്യം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും we call as a wealth maximization കൂടിക്കൊണ്ടിരിക്കും. That is one part. And second part is called as a return of investment. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമുക്കൊരു റിട്ടേൺ കിട്ടണം അല്ലേ. എസ്പെഷ്യലി നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിട്ടേൺ ഇങ്ങോട്ട് കിട്ടണം. എനി ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ നിങ്ങൾ കമ്പനിയിൽ നിങ്ങളുടെ ബാങ്കിൽ കൊണ്ട് FD ഇട്ടാൽ അതിന് 6.57% ഇൻട്രസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളിത് പലിശയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഇഫ് യു ഗീവ് അസ് എ ലോൺ 10.5, 12% എന്നൊക്കെ പറഞ്ഞ് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ അതുപോലെ നിങ്ങളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എനി ഇൻവെസ്റ്റ്മെൻറ്റ് യു ഷുഡ് ഗെറ്റ് എ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ കമ്പനി ലാഭത്തിൽ ഓടുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആ ലാഭത്തിൻ്റെ വിഹിതം ഷെയർ ഹോൾഡേഴ്സിന് പിരിച്ചു കൊടുക്കുന്നതിനെയാണ്, ഷെയർ ഹോൾഡേഴ്സിന് വിതരണം ചെയ്യുന്നതിനെയാണ് കുട്ടികളെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്സ് അഥവാ ഡിവിഡൻഡ് എന്ന് പറയുന്നു. ഡിവിഡൻഡ് ഇൻകം എന്ന് പറയുന്നത് എസ്പെഷ്യലി ലോങ് ടേം ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചോളം ഇന്ത്യയിൽ ഒത്തിരി ഡിവിഡൻഡ് പേയിങ് കമ്പനീസ് ഉണ്ട്, ഒരുപാട് കമ്പനീസ് ഉണ്ട്. എന്താണ് 35% വരെയൊക്കെ ആനുവൽ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. 10% ആവറേജ് ആണ് 10% എന്നൊക്കെ പറയുന്നത്. എല്ലാ അറൗണ്ട് കമ്പനീസ്, പക്ഷേ 30-35% ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. സോ ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത് കമ്പനിയുടെ ലാഭവിഹിതം, കമ്പനി നിങ്ങളുടെയൊക്കെ പൈസ വെച്ച്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസ വെച്ച് ബിസിനസ് ചെയ്ത് വർഷം തോറും ഏൺ ചെയ്യുന്ന ലാഭവിഹിതം
അതിൻ്റെ ഉടമസ്ഥർക്ക് ഷെയർ ഹോൾഡേഴ്സിന് പങ്കിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരു 10-25 വർഷമൊക്കെ ഷെയർ ഒരു കമ്പനിയുടെ ഹോൾഡ് ചെയ്തിരിക്കുന്നവരെ സംബന്ധിച്ചോളം ഒരു പരിധി ഒരു 50% മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ഈ ഡിവിഡൻഡ് ഇൻകം വഴിയെ തന്നെ കിട്ടും. പറഞ്ഞ് മനസ്സിലായത്. ഇപ്പോൾ നമ്മൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറൗണ്ട് 50 രൂപയ്ക്ക് മുകളിൽ തന്നെ കാലങ്ങളോളം നിങ്ങൾക്ക് ഡിവിഡൻ്റായിട്ട് തന്നെ തിരിച്ചു കിട്ടും. അപ്പോൾ അത് തന്നെ നിങ്ങളുടെ ഒരു വലിയൊരു ഇൻകമാണ്. പിന്നെ പല കമ്പനികളിലും പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒത്തിരി കമ്പനികളിൽ ഷെയർസ് വെച്ചിട്ടുണ്ടായിരിക്കും. അവർക്കൊക്കെ ഡിവിഡൻഡ് ഇൻകം എന്ന് പറയുമ്പോൾ വലിയ ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് വരുമാനമായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഡിവിഡൻഡിൻ്റെ 1-2 സവിശേഷതകൾ ആദ്യമേ പറയാം. ലാഭത്തിലോടുന്ന കമ്പനികളാണ് പൊതുവെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. നഷ്ടത്തോടോടുന്ന കമ്പനികൾക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതിന് ചില വകുപ്പുകളുണ്ട്, അത് പിന്നെ ഡിസ്കസ് ചെയ്യാം. പൊതുവെ ലാഭത്തിലോടുന്ന കമ്പനീസാണ് നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. 2, ഇന്ത്യയിലെ നിയമപ്രകാരം കമ്പനീസ് ആക്ട് പ്രകാരമോ സെബി ലോ പ്രകാരമോ ഇന്ന് ലാഭമുണ്ടാക്കിയാൽ ഡിവിഡൻ്റായിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇതൊരു വലിയൊരു ലാക്കുനയാണ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ. 10-20 വർഷം കമ്പനി ലോയിൽ ഒരു പഠിപ്പിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്ന രീതിയിലും ഷെയർ മാർക്കറ്റിൽ വളരെ സജീവമായിട്ടുള്ള ഒരാളെന്ന രീതിയിലും എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് അൺഫോർച്ചുനേറ്റാണ്. അറ്റ്ലീസ്റ്റ് ഒരു മെയിൻ 1000 കമ്പനീസിനോ അല്ലെങ്കിൽ ലിസ്റ്റഡ് 2000 കമ്പനി അറ്റ്ലീസ്റ്റ് ഒരു നല്ലൊരു ശതമാനം കമ്പനീസിനെങ്കിലും ഈ ഡിവിഡൻഡ് 1% അതായത് കുറച്ച് ശതമാനമെങ്കിലും മാൻഡേറ്ററി ആയിട്ട് വയ്ക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഓൺ ഡേറ്റ് ഇപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം പ്രോഫിറ്റിൽ ഓടുന്ന കമ്പനികൾ പോലും ഡിവിഡൻഡ് മാൻഡേറ്ററി ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെന്നൊരു നിയമമില്ല. അത് മാനേജ്മെൻറ്റിൻ്റെ ആ കമ്പനിയുടെ പോളിസി ഡിസിഷനാണ് ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ഇല്ലെങ്കിൽ കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടി ആ പൈസ വീണ്ടും യൂസ് ചെയ്യാം. സോ എന്തായാലും ഇപ്പോഴത്തെ നിയമം അതാണ്. അപ്പോൾ നമുക്കിന്ന് ചാലഞ്ച് ചെയ്തിട്ട് കാര്യമില്ല. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു രസകരമായ ഒരു അല്ലെങ്കിൽ വസ്തുത. അപ്പോൾ ഡിവിഡൻഡിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഒത്തടങ്കം നോക്കാൻ പോകുന്നത്. ഒരു അക്കൗണ്ടൻസി ബേസ്ഡ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ആ ഒരു ആംഗിളിലാണ് ലോ. കാരണം അതിൻ്റെ അത് കുറേ പെർസെൻറ്റേജസും കമ്പ്യൂട്ടേഷൻസ് ഒക്കെ ഒരു രീതിയിലാണ് പോകുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ടൻറ്റും ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ചാപ്റ്ററാണ് ഡിവിഡൻഡ്. അപ്പോൾ വീണ്ടും പറയാം, ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചോളം ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലാഭവിഹിതം കിട്ടുക എന്ന് പറയുന്നത് ഒരു സന്തോഷപരമായ ഒരു കാര്യവും അതിനൊക്കെ പുറമെ ROI റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ള കാര്യം മറക്കരുത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റഡി മെറ്റീരിയലിലോട്ട് ഇറങ്ങാം. ഒന്ന്, ഈ ഡിവിഡൻഡിനെ കുറിച്ച് ഒരുപാട് പേർക്ക് ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പെർസെൻറ്റേജിലാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. ഡിവിഡൻഡ് ഈസ് യൂഷ്വലി ഡിക്ലെയർഡ് ഓൺ എ പെർസെൻറ്റേജ് ബേസിസ്. അതായത് 6% അല്ലെങ്കിൽ 10% എന്നൊക്കെയാണ്. അപ്പോൾ ഇതിലൊരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ ഈ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ HDFC ബാങ്ക് എടുക്കാം. HDFC ബാങ്ക് ഇപ്പോൾ അറൗണ്ട് 960 റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. 1000 രൂപ എന്ന് വെച്ച് റൗണ്ട് ചെയ്ത്. അപ്പോൾ ഈ ഒരു HDFC ബാങ്കിൻ്റെ 100 ഷെയർ വെച്ചിരിക്കുക എന്ന് വെച്ചിരുന്നുണ്ടെങ്കിൽ 100 × 1000 എന്ന് പറയുന്നത് അറിയാലോ, വലിയൊരു എമൗണ്ട്, അറൗണ്ട് 1 ലക്ഷം എമൗണ്ട് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു 10% ഈ പറയുന്ന HDFC ബാങ്ക് ഉദാഹരണത്തിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ ഈ 1 ലക്ഷത്തിൻ്റെ 10% കിട്ടും, 10000 രൂപ കിട്ടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, പൊതുവേ ഷെയർ ഹോൾഡേഴ്സ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഡിവിഡൻഡ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഫേസ് വാല്യൂവിലാണ്, മാർക്കറ്റ് വാല്യൂവിലല്ല. അതാണ് ഏറ്റവും രസകരമായ ഒരു സംഭവം. ഡിവിഡൻഡിനെ കുറിച്ച് പൊതുവേ നമ്മൾ ഇപ്പോൾ ഒരു കമ്പനിയിൽ 10 ലക്ഷം ഷെയർ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10 ലക്ഷത്തിന് ഷെയർ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരം 10% ഡിക്ലെയർ ചെയ്താൽ ഇത്ര ലക്ഷം രൂപ കിട്ടും, അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല കണ്ടുപിടിക്കേണ്ടത്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യേണ്ടത് കമ്പനിയുടെ ഫേസ് വാല്യൂവിലാണ്, ഷെയറിൻ്റെ ഫേസ് വാല്യൂവിലാണ്. ഇപ്പോൾ ഇൻഫോസിസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് അറൗണ്ട് 1540 ട്രേഡ് ചെയ്യുന്ന ഷെയറാണ്, അല്ലെങ്കിൽ 1490 ആവറേജ് ആയിട്ട് പറഞ്ഞാൽ 1490 ട്രേഡ് ചെയ്യുന്നത് ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1 രൂപയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ 1 രൂപ എന്ന് പറയും ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇൻഫോസിസ് 10% ഡിവിഡൻഡ് ഡിക്ലെയർ ആണെന്നുണ്ടെങ്കിൽ 1 രൂപയുടെ 10% ഒരു ഷെയറിൻ്റെ ഡിവിഡൻഡ്. അല്ലാതെ 1490 10% അല്ല. എങ്കിൽ 249 വലിയ എമൗണ്ട് വരും, അല്ലേ? അങ്ങനെയല്ല ഡിവിഡൻഡിൻ്റെ കാൽക്കുലേഷൻ. ഡിവിഡൻഡ് ഈസ് ഓൾവേസ് കമ്പ്യൂട്ടഡ് ഓൺ ദ ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർസ്.
സോ ഇത് ഇപ്പോൾ ചില കമ്പനികളൊക്കെ 30% ഡിവിഡൻഡ് എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ഷെയർ ഹോൾഡേഴ്സ് പെട്ടെന്ന് പോയിട്ട് അവർ അക്കൗണ്ട് എടുത്ത് നോക്കിയിട്ട് ഇത്ര ലക്ഷം രൂപയുടെ ഷെയർ ഇരിപ്പുണ്ട്, അതിന് 30% എന്ന് പറയുമ്പോൾ ഇത്ര ലക്ഷം രൂപ കിട്ടുന്നു. അങ്ങനെയല്ല, അതിന്റെ ഫേസ് വാല്യൂ 1 രൂപ 2 രൂപ ആയിരിക്കും അല്ലേ. അപ്പൊ ആ 1 രൂപയുടെ 30%, 30 പൈസ പെർ ഷെയർ ആണ്. അപ്പൊ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് നിങ്ങൾ എത്ര വെച്ചിട്ടുണ്ടോ അത്രത്തിന് ഡിവിഡൻഡ് കിട്ടും. അല്ലാതെ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂവിനെ വെച്ചിട്ടല്ല ഈ പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ആദ്യമേ ഞാൻ പറയട്ടെ. കാരണം ഇതൊന്നും ഷെഡിമെറ്റിൽ അങ്ങനെ എടുത്ത് എഴുതിയിട്ടില്ല. ഒരുപാട് പേര് വിചാരിക്കുന്നത് പെർസെൻറ്റേജ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇത്ര ശതമാനം കിട്ടും, എൻ്റെ ഒരു 25 ലക്ഷം രൂപ എനിക്കൊരു കമ്പനിയിൽ ഷെയർ ഉണ്ട്, 30% ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് വരും അല്ലേ, ലക്ഷക്കണക്കിന് എമൗണ്ട് വരും. അങ്ങനത്തെ ഡിവിഡൻഡ് കിട്ടത്തില്ല. ഡിവിഡൻഡ് പെർസെൻറ്റേജ് കൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ആ ഷെയറിൻ്റെ ഫേസ് വാല്യൂവിലാണ്, മാർക്കറ്റ് വാല്യൂവിലല്ല. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം ഫൈനലായിട്ട്. സഞ്ജു ഇപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത്, പറയാം. ഡിവിഡൻഡാണ് പഠിക്കാൻ പോകുന്നത്. അതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ വിഹിതമാണ് ഡിവിഡൻഡ്. ഒരു കമ്പനിയിൽ ഷെയർ വെച്ചിരിക്കുന്നതിൻ്റെ പ്രൈമ ഫേസിയായിട്ട് ഒബ്ജക്റ്റീവ് ഷെയറിൻ്റെ മൂല്യം കൂടുതലാണ്, അപ്പോൾ വിൽക്കുമ്പോൾ വലിയ വില കിട്ടും. 2, ഈ പറഞ്ഞ പോലെ വോട്ടിംഗ് റൈറ്റ്സ് എക്സസൈസ് ചെയ്ത് കമ്പനിയുടെ മാനേജ്മെൻറ്റ്, അതായത് കമ്പനിയുടെ ഭരണകാര്യങ്ങളിലും കമ്പനിയുടെ നയതന്ത്രമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതിൽ നിങ്ങൾക്ക് പങ്കാളിയാവും വോട്ടിംഗ് റൈറ്റ്സ് എക്സസൈസ് ചെയ്ത്. 3ാമത് ഡിവിഡൻഡ് റൈറ്റാണ്. ഈ 3 റൈറ്റുമാണ് നമ്മളെ ഒരുപക്ഷെ ഷെയർ ഹോൾഡറിനെ ഒരുപക്ഷെ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെക്കാട്ടിലും നമുക്ക് അപ്രിസിയേഷൻ കിട്ടുകയും, പക്ഷെ അത്രത്തോളം വൊലാറ്റിലായിട്ടുള്ളൊരു ഒരു റിസ്കി ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതുകൊണ്ടാണ് എപ്പോഴും പരസ്യങ്ങൾ കണ്ടില്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഈസ് സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞ് പരസ്യങ്ങളിൽ കാണിക്കാൻ കാര്യം വെച്ചാൽ മുകളിലോട്ടും. അപ്പോൾ ഞാനൊക്കെ സജീവമായിട്ട് അതിൻ്റെ ഹീറ്റ് അറിയുന്ന ആളാണ്. കാരണം പ്രതീക്ഷിക്കുമ്പോൾ കിട്ടത്തില്ല ലാഭം, പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ കിട്ടും. ഭയങ്കര വൊലാറ്റിലാണ്. നമ്മളെപ്പോഴും മാർക്കറ്റ് ന്യൂസും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് റിസ്ക്കാണ്, എല്ലാത്തിനും റിസ്ക് ഉണ്ട്, എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിലും റിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇതിലും റിസ്ക് ഉണ്ട്. സോ ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. ഇനി ഒരു ആസ്പെക്റ്റ് കൂടെ ആദ്യമേ അങ്ങ് പറയാം. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ, രണ്ട് ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും. അതിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് ഡിവിഡൻഡിന് ഒരു ഫിക്സഡ് റേറ്റിൽ പ്രിഫറൻഷ്യലായിട്ട് ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. എന്നാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെ ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ല. അതുകൊണ്ടാണ് അവർ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, 2 ഷെയർ ഹോൾഡേഴ്സിനും ഡിവിഡൻഡിൻ്റെ എലിജിബിലിറ്റി ഉണ്ട്. പക്ഷേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡിന് മുൻതൂക്കമുണ്ട്. അതാണ് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കാൻ കാര്യം. പിന്നെ പ്രാക്ടിക്കലി ഞാൻ പറഞ്ഞു, ഡിവിഡൻഡ് പെർസെൻറ്റേജിലാണ് പൊതുവെ ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷേ ആ പെർസെൻറ്റേജ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് നിങ്ങൾ വെച്ചിരിക്കുന്ന കമ്പനിയുടെ ഷെയറിൻ്റെ ഫേസ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്, മാർക്കറ്റ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. ഐ ഹോപ്പ് ദ ബേസിക്സ് ഇസ് ക്ലിയർ. എനി ഡൗട്ട്സ് ആസ് യൂഷ്വൽ യു ക്യാൻ സ്റ്റോപ്പ് മീ ആൻഡ് ആസ്ക്. ഓക്കെ, ഞാൻ പറയാം, കമ്പാരിറ്റീവ്ലി വലിയ ചാപ്റ്ററാണ്, നമുക്ക് 2 സെഷൻ വഴി എത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, പ്രോഫിറ്റ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് എല്ലാ എക്സ്പെൻസും, പ്രോഫിറ്റ് അറിയാലോ എന്താണ്, എല്ലാ എക്സ്പെൻസും കഴിഞ്ഞതിന് ശേഷം, ടാക്സും കഴിഞ്ഞതിന് ശേഷം, ഇൻട്രസ്റ്റും കഴിഞ്ഞതിന് ശേഷം, ഇതെല്ലാ എക്സ്പെൻസും പോയതിനു ശേഷം ലാഭമുണ്ടെങ്കിൽ കമ്പനികൾക്ക് ആ ലാഭത്തിനെ വേണമെന്നുണ്ടെങ്കിൽ റിസർവിലോട്ട് മാറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നല്ല കമ്പനികൾ, എസ്പെഷ്യലി ഇന്ത്യയിൽ ഒരുപാട് നല്ല കമ്പനീസ് ഉണ്ട്. ആ കമ്പനികളെല്ലാം ഷെയർ ഹോൾഡേഴ്സിന് ഒരു റിട്ടേൺ എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ ഒരു ഫിക്സഡ് ആയിട്ടോ അല്ലെങ്കിൽ വേരിയിങ് പെർസെൻറ്റേജിൽ ഡിവിഡൻഡായിട്ട് കൊടുക്കാറുണ്ട്. അതാണ് പറയുന്നത്. അപ്പോൾ ബേസിക് അടിസ്ഥാനമായിട്ടുള്ള ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാന കൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാ എക്സ്പെൻസും പോയിട്ട്, എല്ലാ ടാക്സും പോയിട്ട്, എല്ലാ ഇൻട്രസ്റ്റും പോയിട്ട് ലാഭമുണ്ടോ, ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് അതിനെ ഈ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എന്നും ഒക്കെ നമ്മൾ വിളിക്കാൻ കാര്യം. ആവശ്യമുള്ള കേസസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ആവശ്യമില്ലാത്ത കേസ് നമുക്ക് ഒത്തിരി വേണ്ട, കാരണം ഇത് അത്ര ഹൈ ഫ്ലൈമബിൾ ചാപ്റ്റർ ഒന്നുമല്ല. ബട്ട് ഒരു ചാപ്റ്റർ ഡിവിസിബിൾ പ്രോഫിറ്റ്സ് മീൻസ് ദ പ്രോഫിറ്റ്സ് വിച്ച് ദ ലോ അലൗസ് ദ കമ്പനി ടു ഡിസ്ട്രിബ്യൂട്ട് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ബൈ ഓഫ് ഡിവിഡൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ പ്രോഫിറ്റും ഡിസ്ട്രിബ്യൂട്ടബിൾ അല്ല. ഗ്രോസ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടബിൾ അല്ലോ, നെറ്റ് പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ എല്ലാ എക്സ്പെൻസും പോയിട്ട്, എല്ലാ രീതിയിലുള്ള റിഡക്ഷൻസും പോയിട്ട് ബാക്കിയിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സാധാരണ ഡിവിഡൻഡായിട്ട് പ്രഖ്യാപിക്കുന്നത്. അക്കൗണ്ടൻസിയിൽ പറഞ്ഞ റീവാല്യൂഷൻ പ്രോഫിറ്റ് എടുക്കത്തില്ല, ക്യാപിറ്റലൈസേഷൻ പ്രോഫിറ്റ് എടുക്കത്തില്ല എന്നൊക്കെ നമുക്കൊക്കെ പോവാം. അങ്ങനെയൊക്കെ ചില കൺസെപ്റ്റ്സ് ഉണ്ട്, ജസ്റ്റ് പറഞ്ഞുള്ളൂ.
അപ്പോൾ ഡിവിഡൻഡ് ഇൻ ഇറ്റ്സ് ലിറ്ററൽ ടേംസ് മീൻസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് വെദർ അറ്റ് എ ഫിക്സ്ഡ് റേറ്റ് ഓർ അതർവൈസ് അലോട്ടഡ് ടു ദ ഹോൾഡർ ഓഫ് ഷെയർസ് ഓഫ് ദ കമ്പനി. നമ്മൾ പറഞ്ഞ മീനിങ്ങിനെ ഒന്നുകൂടി പറയുന്നുള്ളൂ. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത് കമ്പനിയുടെ ലാഭത്തിൻ്റെ ഷെയറാണ്. അതായത് ഒരു 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 പ്രോഫിറ്റിൻ്റെ ഒരു പങ്ക് ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡിവിഡൻഡ്, DIVIDND, ടി അല്ല അവസാനത്തെ അക്ഷരം, ഡിവിഡൻഡ് എന്നാണ് നോക്കട്ടെ. ഓക്കെ, വീണ്ടും അത് തന്നെ പറയുന്നുണ്ട്. ഡിവിസിബിൾ പ്രോഫിറ്റ്സ് ആർ ദാറ്റ് പോർഷൻ ഓഫ് ദ പ്രോഫിറ്റ് വിച്ച് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ലീഗലി. പറഞ്ഞ കാര്യം തന്നെ അറിയാലോ, സ്വാഭാവികമായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. വീണ്ടും വീണ്ടും തന്നെ പറയും. മീനിങ് ഓഫ് ഡിവിഡൻഡ് ഔദ്യോഗികപരമായിട്ടുള്ള കമ്പനീസ് ആക്ടിലെ ഡെഫിനിഷൻ 2/35. പാർട്ട് എയിൽ നമ്മൾ നോക്കുന്ന ആദ്യത്തെ സെക്ഷനാണ്. ഇനി നിങ്ങൾ ലൈബ്രറിയിൽ പോകുമ്പോഴും അതുപോലെ പുതിയ ഹെഡിങ് ഓപ്പൺ ചെയ്തിട്ട് എഴുതണം. മറ്റതിൻ്റെ നമ്പറുമായിട്ട് ഇതിൽ കൺഫ്യൂസ് ചെയ്യേണ്ട. സോ പുതിയ ഹെഡിങ് ഓപ്പൺ ചെയ്ത് പാർട്ട് ബി എന്നിട്ട് 1, 2, 3 അഗെയിൻ പോകണം. എന്നാൽ മാത്രമേ നമ്പർ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഡോണ്ട് ഡു കണ്ടിന്യൂ 72, 73, 74 എഴുതരുത്. പാർട്ട് ബി ക്ലോസ് ചെയ്തു. ഇനി പാർട്ട് എ എന്ന് പറഞ്ഞ് പുതിയൊരു ഹെഡിങ് ഓപ്പൺ ചെയ്ത് ഫ്രഷായിട്ട് പുതിയ പേജിൽ എഴുതി തുടങ്ങണം. അത് 1, 2, 3, 4 മനസ്സിലായല്ലോ അല്ലേ? കാരണം എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് മൈൻഡിൽ അങ്ങനെ മാപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പാർട്ട് എയിൽ പഠിക്കുന്ന ആദ്യത്തെ സെക്ഷൻ 2/35 ഡെഫിനിഷൻ ഓഫ് ഡിവിഡൻഡ് ആണ്. എന്താണ് ഡിവിഡൻഡ് എന്നാണ് ഡെഫിനിഷൻ. പക്ഷേ എന്താണ് ഡിവിഡൻഡ് എന്ന് പറയുന്നതിന് പകരം ഡിവിഡൻഡ് ഇൻക്ലൂഡ്സ് എനി ഇൻ്ററിം ഡിവിഡൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഡിവിഡൻഡ് ഇൻക്ലൂഡ്സ് എനി ഇൻ്ററിം ഡിവിഡൻഡ്. അപ്പോൾ ഡിവിഡൻഡ് എന്താണ് എന്നുള്ള ചോദ്യത്തിന് അല്ലെങ്കിൽ ഡെഫിനിഷൻ പറയുന്നതിന് പകരം ഡിവിഡൻഡ് എന്ന വാക്കിൽ ഇൻട്രിം ഡിവിഡൻറ്റും ഉൾപ്പെടും എന്നാണ് ഡെഫിനിഷൻ. അപ്പോൾ അത് ഇൻട്രിം ഡിവിഡൻ്റൊക്കെ കുറച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ എലോബറേറ്റ് ആയിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക. എന്താണ് ഡിവിഡൻഡ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്നൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. മറിച്ച് ഈ ഡിവിഡൻഡ് എന്ന വാക്ക് എവിടെ കണ്ടാലും അതിൻ്റെ അകത്ത് ഇൻട്രിം ഡിവിഡൻറ്റും ഉൾപ്പെടും എന്ന് മാത്രമേ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളൂ. സോ ദാറ്റ് ഈസ് ദ സിമ്പിൾ ഡെഫിനിഷൻ. ഡിവിഡൻഡ് ഇൻക്ലൂഡ്സ് ഇൻട്രിം ഡിവിഡൻഡ്. വാട്ട് ഈസ് ഇൻട്രിം ഡിവിഡൻഡ് എന്നൊക്കെ നമ്മൾ വിൽ സ്റ്റഡി ദ ലേറ്റർ സ്റ്റേജ്. സെക്ഷൻ 2/35. ഒരേ സംഭവമാണെങ്കിൽ മാർക്ക് ചെയ്യേക്കാം. വളരെ റിലവൻ്റ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാം. വീണ്ടും ഡിവിഡൻഡ് മീനിങ് പറയുന്നുണ്ട്. കാന്തിലാൽ മണിലാൽ വേഴ്സസ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ബോംബെ 1961 കേസിൽ ഡിവിഡൻഡ് ഇൻ ദ ഓർഡിനറി മീനിങ് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടീവ് ഷെയർ ഓഫ് ദ പ്രോഫിറ്റ്സ് ഓർ ഇൻകം ഓഫ് എ കമ്പനി ഗിവൺ ടു ദ ഷെയർ ഹോൾഡേഴ്സ്. അതിൽ പുതുമയൊന്നുമില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞ അതേ മീനിങ് തന്നെയാണ്. നമ്മൾ വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഷെയറാണ്, കമ്പനിയുടെ ഇൻകത്തിൻ്റെ ഒരു പങ്കാണ് ഡിവിഡൻഡ് എന്നാണ് ഈ കാന്തിലാലിൻ്റെ കേസിൽ പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു കേസിലോ പഠിച്ചാൽ മതി. അത് വേണമെന്നുണ്ടെങ്കിൽ ബേസിക്സ് ഡിവിഡൻഡ് ചോദിക്കുമ്പോൾ യു ക്യാൻ ജസ്റ്റ് കോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം അത് മതി. ഓക്കെ, ഒരുപാട് പഠിക്കേണ്ട, ഒത്തിരി എഴുതിയിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് ഡിവിഡൻഡിലൊക്കെ പോകുന്നതിന് മുമ്പ് ഈ ഇൻട്രസ്റ്റും ഡിവിഡൻഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആദ്യം നോക്കാം. അത് ഈ പറഞ്ഞ പോലെ പലിശ എന്നൊരു സംഭവമുണ്ട്, അതുപോലെ തന്നെ ഡിവിഡൻഡ് എന്നൊരു സംഭവമുണ്ട്. ഒരുപക്ഷെ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിൽ കാര്യമില്ല, കാരണം രണ്ട് കാര്യങ്ങളാണ് അല്ലേ. പക്ഷേ എങ്കിലും അക്കാഡമിക് സർക്കിളിൽ പൊതുവെ ഇതിനൊരു കമ്പാരിസൺ കൊടുക്കാറുണ്ട്. അതായത് കമ്പനി ലോൺ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്ത് കൊടുക്കണം? പലിശ കൊടുക്കണം. ഓക്കെ, കമ്പനി ഡെറ്റ് ക്യാപിറ്റൽ, കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പനിക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയും കമ്പനിയുടെ എക്സ്പാൻഷൻ പർപ്പസിന് വേണ്ടിയും വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി രണ്ട് സ്രോതസ്സാണുള്ളത്. അത് അറിയാമായിരിക്കും, ബേസിക്സ് ആണ്. ഡെറ്റ് ഇക്വിറ്റി, അതായത് ഒന്നീ എന്തുണ്ടാവും, ഒന്നീ നമ്മൾ കടം മേടിക്കും, ഇല്ലെങ്കിൽ ക്യാപിറ്റലായിട്ട് മേടിക്കും. കടം മേടിക്കുന്നതിനെ ഡെറ്റ് ക്യാപിറ്റൽ എന്നും അല്ലാതെ മേടിക്കുന്നതിന് ഈക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയും. ഉടമസ്ഥാവകാശം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും, അതായത് ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ഷെയർ അലോട്ട് ചെയ്തുകൊണ്ട് പൈസ കളക്ട് ചെയ്താൽ അത് ഈക്വിറ്റി ക്യാപിറ്റലാണ്. അതുപോലെ ഡെറ്റ് ക്യാപിറ്റലായിട്ട് കടം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കമ്പനിയുടെ ബോറോയിങ് ആണ്, അത് ഡെറ്റ് ക്യാപിറ്റലായിട്ട് വരും. ഈക്വിറ്റി ക്യാപിറ്റലാണ് കളക്ട് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഓണർഷിപ്പിന് വേണ്ടി
ഉടമസ്ഥാവകാശം തരാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന വർഷം തോറുമോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ കൊടുക്കുന്ന പ്രോഫിറ്റിന്റെ ഷെയറിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. എന്നാൽ മറിച്ച് ലോൺ എടുക്കുമ്പോൾ കടക്കാരിൽ നിന്നും ക്രെഡിറ്റേഴ്സിൽ നിന്നും നമ്മൾ ലോൺ എടുക്കുമ്പോൾ അവർക്ക് ഉടമസ്ഥാവകാശമൊന്നും കൊടുക്കത്തില്ല. അത് പ്യൂർലി ലോണാണ്. അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന എന്താണ് വരുമാനം അല്ലെങ്കിൽ കൊടുക്കുന്ന പലിശയാണ് നമ്മളിവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിറ്റി ക്യാപിറ്റലിന് കൊടുക്കുന്ന റിട്ടേണിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്നും ലോണിന് കൊടുക്കുന്ന റിട്ടേണിനെയാണ് നമ്മൾ എന്നും പറയുന്നത് ഇൻട്രസ്റ്റ് എന്നും പറയുന്നത്, പലിശ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നതേ കാര്യമില്ല. കാരണം വെച്ചാൽ രണ്ട് ഇന്ത്യയിൽ ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. അപ്പോൾ അതറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ അറിയണം. കമ്പനിയുടെ മൂലധനം എന്ന് പറയുന്നത് രണ്ട് സ്രോതസ്സിനാണ്. ഒന്ന് കടം മേടിക്കാം, അപ്പോൾ കടക്കാരനായിരിക്കും മറ്റേ ആൾക്കാർ. രണ്ടാമത് ക്യാപിറ്റൽ മേടിക്കാം, അപ്പോൾ മറ്റേ ആൾക്കാർ വന്നിട്ട് ഓണറാണ്. മനസ്സിലായി? അപ്പോൾ ഈ ഓണേഴ്സിന് കൊടുക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ഡിവിഡൻഡും അതുപോലെ കടം മേടിക്കുന്നവർക്ക് കൊടുക്കുന്ന വരുമാനം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ പലിശയാണ് കൊടുക്കുന്നത്, ഇൻട്രസ്റ്റുമാണ്. അത് ക്ലിയർ ആണല്ലോ അല്ലേ? അത് ബേസിക്സ് ആണ്, നമ്മളത് പറയേണ്ട ആവശ്യമില്ല. കാരണം ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ഈ സ്വാഭാവികമായിട്ട് നമ്മൾ പലിശ അടയ്ക്കണം എന്ന് പറഞ്ഞ പോലെ ഒരു കമ്പനി ആൾക്കാരിൽ നിന്നോ ജനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ബാങ്കിൽ നിന്നോ ലോൺ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലിശ അടയ്ക്കേണ്ടി വരും. ആ പലിശയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഷെയർ ഹോൾഡേഴ്സ് നിന്നും ഇൻവെസ്റ്റേഴ്സ് നിന്നും ഓണേഴ്സ് നിന്നും പൈസ കളക്ട് ചെയ്ത് ഷെയർ ക്യാപിറ്റൽ ആയിട്ട് നിങ്ങൾ കളക്ട് ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന വരുമാനം തിരിച്ചു കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ലാഭത്തിന് കൊടുക്കുന്ന വിഹിതമാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ ബേസിക്സ് ആണ്. ഡിവിഡൻഡിലോട്ട് നമ്മൾ പോകുന്നതേ ഉള്ളൂ. എങ്കിലും ഇത് പൊതുവെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഇത് തമ്മിൽ അതാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഇത് തമ്മിൽ കമ്പാരിസനേ പാടില്ല. കാരണം രണ്ടും എൻ്റെ ഡിഫറെൻറ്റ് സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്യുന്നതിൽ കാര്യമില്ല. ബട്ട് സ്റ്റിൽ അക്കാഡമിക് സർക്കിളിലൊക്കെ അത് ഡിസ്കസ് ചെയ്യാറുണ്ട്. എക്സാമിലും ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കത് ഉപയോഗപ്പെടാം. അപ്പോൾ നമ്മൾ ആദ്യം അത് നോക്കിയിട്ട് വരാം. ഇൻട്രസ്റ്റ് മീനിങ് ഇൻട്രസ്റ്റ് ഇസ് റിട്ടേൺ ഓൺ ബോറോഡ് ക്യാപിറ്റൽ. കടം മേടിച്ച ക്യാപിറ്റലിൻ്റെ പലിശ കൊടുക്കുന്നതിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കുന്ന വരുമാനത്തിനെയാണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ കുട്ടികളെ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അടുത്തത് നേച്ചർ. ഇറ്റ് ഈസ് എ ചാർജ് എഗൻസ്റ്റ് പ്രോഫിറ്റ്. മറ്റത് ഇറ്റ് ഈസ് എൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കടം മേടിച്ച പൈസയ്ക്ക് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടി വരും? പലിശ കൊടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് whatever be your below the line profit, it is immaterial. You have to always charge this interest in the debit side. അല്ലേ? പ്രോഫിറ്റ് ലോസ് സ്റ്റേറ്റ്മെന്റ് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടേ പോകും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ വെദർ യുവർ കമ്പനി ഹാസ് പ്രോഫിറ്റ് ഓർ ലോസ്. പക്ഷെ മറിച്ച് ഡിവിഡൻഡ് എന്ന് പറയുന്നത് P&L അക്കൗണ്ടിൽ എല്ലാ കാര്യങ്ങളും ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം താഴെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും അപ്രോപ്രിയേറ്റ് ചെയ്ത് മാറ്റുന്നതാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഡിവിഡൻഡ് ഈസ് കോൾഡ് ആസ് എൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ ചാർജ് ഓൺ ദ പ്രോഫിറ്റ്. എല്ലാ കമ്പ്യൂട്ടേഷനും ഇൻട്രസ്റ്റും ടാക്സും എല്ലാ എക്സ്പെൻസസും പോയതിനു ശേഷം ബാക്കി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഷെയർ ഹോൾഡേഴ്സിനെ അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അതൊന്നും കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിളാണ്, ബേസിക്സ് ആണ്. അടുത്തത് കമ്മിറ്റ്മെന്റ്. ഇൻട്രസ്റ്റ് ഈസ് ഓൾവേസ് എ കമ്മിറ്റ്മെന്റ്. കാരണം നിങ്ങൾക്ക് ലാഭമുണ്ടോ ഇല്ലയോ, നിങ്ങൾ മുങ്ങാൻ പോകുന്നില്ലയോ, നിങ്ങൾ വളരാൻ പോകുന്നില്ലയോ, ഇതൊന്നും കടം മേടിച്ച ആൾക്കാർക്ക് അറിയേണ്ട ആവശ്യം, കടം തന്ന ആൾക്കാർക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പലിശ പറഞ്ഞിട്ടുള്ള നിശ്ചിത പലിശ റെഗുലർ ബേസിസിൽ കൊടുത്തുകൊണ്ടേയിരിക്കണം. പൊതുവേ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് കൊടുത്തുകൊണ്ടേയിരിക്കണം. പക്ഷേ ഡിവിഡൻഡ് ഒരു കമ്മിറ്റ്മെന്റ് അല്ല. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, പ്രോഫിറ്റ് ഉള്ള കമ്പനികൾ വേണമെങ്കിൽ ഡിവിഡൻഡ് കൊടുത്താൽ മതി. ബിക്കോസ് ആസ് പെർ ദ പ്രസന്റ് ലോ ഡിക്ലെയറിംഗ് ഡിവിഡൻഡ് ഈസ് നോട്ട് മാൻഡേറ്ററി. ഇറ്റ് ഈസ് ദ മാനേജ്മെന്റ് പോളിസി ഡിസിഷൻ as to whether to distribute or not. അതുകൊണ്ട് അതൊരു കമ്മിറ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പെയ്ഡ് ടു നെക്സ്റ്റ്. സ്വാഭാവികമായിട്ടും ലെൻഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഡിബഞ്ചർ ഹോൾഡേഴ്സിനും കൊടുക്കുന്നതാണ് പലിശ. കമ്പനി കടം മേടിച്ചിട്ടുള്ള ലെൻഡേഴ്സിൽ നിന്നും കടം മേടിച്ചിട്ടുള്ള ക്രെഡിറ്റേഴ്സിൽ നിന്നും കടം മേടിച്ചിട്ടുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പലിശയാണ് ഇൻട്രസ്റ്റ്. ഇപ്പുറത്ത് എപ്പോഴും ഷെയർ ഹോൾഡേഴ്സ് ആണ്, അറിയാലോ അല്ലേ? ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആവാം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആവാം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടെന്നേ ഉള്ളൂ.
അല്ലാത്ത പക്ഷം രണ്ടുപേർക്കും ഡിവിഡൻഡ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഡിവിഡൻഡ് കൊടുക്കേണ്ടത് ഷെയർ ഹോൾഡേഴ്സിനാണ്, അവിടെ ഡിവിഡൻഡ് കൊടുക്കേണ്ടത് ലെൻഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഡിബഞ്ചർ ഹോൾഡേഴ്സിനുമാണ്. മാൻഡേറ്ററി ആണോ? Interest is mandatory irrespective of whatever be the state of affairs of the company. You have to provide for, you have to pay the interest on a regular basis. But if it is not mandatory, you require profit for that year. Maybe you require profit, and even though you have a profit, it is not mandatory that you have to declare dividend. Rate percentage, interest rate പൊതുവെ ലോൺ അഗ്രിമെന്റിൽ ഫിക്സ്ഡ് ആയിരിക്കും. 6%, 7%, 8% എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ലോൺ അഗ്രിമെന്റിലുണ്ടാവും. ഇത്ര ശതമാനം വെച്ച് ആനുവലി അല്ലെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് കൊടുക്കുന്നു കാണും. അതങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. പലിശ ഫിക്സ്ഡ് ആണ്. പക്ഷേ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് പലിശ ഫിക്സ്ഡ് അല്ല. കമ്പനിയുടെ പേയിങ് കപ്പാസിറ്റിയും ക്യാഷ് റിസർവ്സും ഫ്രീ റിസർവ്സിൻ്റെയൊക്കെ തോതനുസരിച്ച് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡിനും പെർസെൻറ്റേജ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഒത്തിരി റിസർവ്സ് ഉണ്ട്, അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഉള്ള കമ്പനികൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ കൂടുതൽ പെർസെൻറ്റേജ് ഡിക്ലെയർ ചെയ്യുന്നിരിക്കും. അല്ലെങ്കിൽ ഒത്തിരി ക്യാഷ് റിസർവ്സ്, ക്യാഷ് തോനെയുള്ള കമ്പനികൾ എന്ത് ചെയ്യും, ചിലപ്പോൾ പെർസെൻറ്റേജ് കൂടുതൽ കൊടുത്തിരുന്നിരിക്കും. അടുത്ത വർഷം ക്യാഷ് റിസർവ്സ് കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെർസെൻറ്റേജ് കുറയും. അപ്പോൾ വേരിയിങ് ആണ്. ചില കമ്പനികൾ ഒരേ ശതമാനം ഡിക്ലെയർ ചെയ്യാനില്ല, ഞാൻ പറയുന്നില്ല. ബട്ട് പൊതുവേ കമ്പനിയുടെ സ്ഥിതി വിഷയത്തിന് ബേസ് ചെയ്തിട്ട്, സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിനെ ബേസ് ചെയ്തിട്ടും കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനെ ബേസ് ചെയ്തിട്ടും കൊടുക്കുന്ന ഡിവിഡൻഡിൻ്റെ പെർസെൻറ്റേജ് ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും, വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊരു വളരെ ബേസ് ലെവൽ ഇൻ്റർപ്രിട്ടേഷൻ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഡിവിഡൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ് പഠിക്കാൻ. ഞാൻ എല്ലാ സെഷനിലും പറയുന്നത് പോലെ ഞാൻ ഇവിടെയും പറയാണ്, ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അന്നെന്നുള്ളത് അന്നന്ന് പഠിക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം പഠിക്കുക. കാരണം ഈ പറയുന്ന പല കാര്യങ്ങളും മറന്നുപോവുകയും അല്ലെങ്കിൽ മനുഷ്യൻ്റെ മെമ്മറിയിൽ പല പല കാര്യങ്ങളും നിങ്ങൾ ഇടപെടുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതാണ് ഈ ടച്ച് വിട്ടുപോകും. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് ഏത് ഏരിയ പഠിപ്പിക്കുമ്പോഴും അന്ന് കൊണ്ട് തന്നെ ഇത് പഠിക്കുക. രാത്രിയോ പഠിച്ചിട്ട്, അല്ലെങ്കിൽ സപ്പോസ് ഇന്ന് ദിവസം പഠിക്കാൻ പറ്റില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം രാവിലെ കഴിച്ച് പഠിക്കുക. എന്തായാലും അറിയാമല്ലോ, എൻ്റെ ക്വാണ്ടിറ്റി ഞാൻ 1-1.5 മണിക്കൂറിനപ്പുറം ഒരു സെഷൻ എടുക്കാറില്ല. കാരണം അതാണ് ഒരു കുട്ടികൾക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കാൽക്കുലേഷൻ. 90 മിനിറ്റ്സിനപ്പുറം ഒരു കുട്ടികൾക്ക് അത് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ഇൻട്രസ്റ്റിലായിട്ട് നമ്മൾ പറയുന്ന ഒരു ഇതാണ് ഒരു ക്ലാസ്. അൺലെസ് ഇറ്റ് ഇസ് എ ക്രാഷ് ക്ലാസ്. ക്രാഷ് ക്ലാസ്സൊക്കെ 8-10 മണിക്കൂറൊക്കെ നമ്മൾ എടുക്കും. കാരണം അത് ഒരിക്കൽ പഠിച്ച കവർ ചെയ്ത കുട്ടികൾക്ക് എടുക്കുന്നതാണ് ഈ ക്രാഷ് ക്ലാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ അതുകൊണ്ട് 8, 8, 9, 10 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് സെഷൻ. അത് കുഴപ്പമില്ല, അതൊരു ബ്രഷപ്പ് ചെയ്ത് പോകും. പക്ഷേ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ അങ്ങനെയല്ല. 1.5 മണിക്കൂർ 90 മിനിറ്റിനപ്പുറം ഒരിക്കലും തന്നെ ഒരു കുട്ടികൾക്കും അത് എന്താണ് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ അത് പഠിക്കാനായിട്ട് മാക്സിമം അതേപോലെ ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്ന സമയം മതി പഠിക്കാൻ. 1.5 മണിക്കൂർ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1.5 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റണം. കുറച്ചുകൂടി സ്ലോ ലേണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 2 അല്ലെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് സ്ലോ ആയിട്ട് ഇത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് രാത്രിയോ തൊട്ടടുത്ത ദിവസമോ ഇത് പഠിച്ചു വയ്ക്കുക, സോ ദാറ്റ് ഇറ്റ് ഈസ് സെറ്റിൽഡ്. ഒരു സെക്കൻഡ്. ഹലോ. അതെ അവിടെ ആളുണ്ട്. അല്ല, എൻ്റെ മുകളിലോട്ടോ. ഒരു മിനിറ്റ്, ഞാൻ ഫോൺ സോ വിൽ കണ്ടിന്യൂ. സോ അപ്പോൾ അത് ഇന്ന് തന്നെ അങ്ങ് നോക്കാം. യെസ്, ഇനി ഈ ഡിവിഡൻഡിനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കമ്പനിയാണ് സെക്ഷൻ 8 കമ്പനി. നമ്മളിത് പഠിച്ചിട്ടില്ല, ടൈപ്സ് ഓഫ് കമ്പനീസ് ഒക്കെ പിന്നെ നോക്കാമെങ്കിലും സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്നത് ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയും റിസർച്ച് ആൻഡ് പർപ്പസിന് വേണ്ടിയും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളിലാണ് നമ്മൾ സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്നത്. ഇത്തരം കമ്പനികൾക്ക് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അവരെ പ്രോഫിറ്റ്, അവർക്ക് കിട്ടുന്ന ലാഭം ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് വർദ്ധിക്കാൻ വേണ്ടി, ഒബ്ജക്റ്റീവ്സ് ഫർദർ ചെയ്യാൻ വേണ്ടി വേണം ചിലവാക്കാനായിട്ട്. അല്ലാതെ മെമ്പേഴ്സിൻ്റെ അടുത്ത് നമ്മളത് പിരിച്ചെടുക്കാൻ പാടില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്ന് ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. ചാരിറ്റബിൾ പർപ്പസിനും എഡ്യൂക്കേഷൻ, സയൻറ്റിഫിക് റിസർച്ച് പർപ്പസിനും രജിസ്റ്റർ ചെയ്തിട്ടുള്ള സെക്ഷൻ 8 കമ്പനികൾക്ക്
അവർക്കും പ്രോഫിറ്റ് ഉണ്ടാവാം, സർപ്ലസ് ഉണ്ടാവാം, പക്ഷെ ആ സർപ്ലസ് ഷെയർ ഹോൾഡേഴ്സിന് പിരിച്ചു കൊടുക്കാൻ പാടില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. മറിച്ച് അവരുടെ ഒബ്ജക്റ്റീവ്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എക്സ്പാൻഷന് വേണ്ടി വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് നിയമം. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ്, ഇവിടെ നിന്നാണ് ശരിക്കും ഡിവിഡൻഡിൻ്റെ നമ്മളെ സബ്ജക്റ്റ് തുടങ്ങുന്നത്. ഇത്രയും നേരം നോക്കിയതൊക്കെ അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇനി കുറച്ച് നേരം അടുത്തൊരു 15 മിനിറ്റ് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. പഠിക്കാൻ വളരെ എളുപ്പമാണ് കമ്പാരിറ്റീവ്ലി. പാർട്ട് എ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പാർട്ട് ബി ഒക്കെ കടിച്ചാപ്പൊട്ടത്തെ ഇൻ്റർപ്രിട്ടേഷൻസ് ഡൈജസ്റ്റ് ചെയ്ത് നിങ്ങളെ സംബന്ധിച്ചോളം പൊതുവെ എപ്പോഴും ഞാൻ കണക്കാക്കാറുണ്ട്. പാർട്ട് എ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും അതുമാണ് ഞാൻ അങ്ങനെ എപ്പോഴും തലകുത്തിനെ എടുക്കുന്നത്. സോ ടെൻഷനും വേണ്ട, എന്തായാലും ഒരു പാർട്ട് കഴിഞ്ഞു അല്ലേ. അപ്പോൾ കുട്ടികളെ ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, ബി വെരി അറ്റൻറ്റീവ്. ഈ ഡിവിഡൻഡ് പണ്ടൊക്കെ 1956 ലോയിൽ ഫൈനൽ ഡിവിഡൻഡ് എന്ന്, അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഡിവിഡൻഡ് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് കാറ്റഗറീസ് ഒന്നുമില്ല. പക്ഷേ പുതിയ ആക്ട് വന്നപ്പോൾ, 2013 ആക്ട് വന്നപ്പോൾ നമുക്ക് ലീഗലി തന്നെ 2 ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കാം. ഒന്ന് ഫൈനൽ ഡിവിഡൻഡും രണ്ടാമത്തത് ഇൻറ്ററിം ഡിവിഡൻഡ്. എന്താണ് ഫൈനൽ ഡിവിഡൻഡ്? അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷം മാർച്ച് 31 ശേഷം AGM-ൽ വെച്ച് ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡിനെയാണ് കുട്ടികളെ നമ്മൾ ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഓർഡിനറി ബിസിനസ് നമ്മൾ പഠിച്ചതാണ് സെക്ഷൻ 96-ൽ. അതിലെ അക്കൗണ്ട്സ് അഡോപ്ഷൻ കഴിഞ്ഞ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. അപ്പോൾ സാധാ കമ്പനികൾ ചെയ്യുന്നത് വർഷം ബിസിനസ് ചെയ്യുന്നു, വർഷാവസാനം അക്കൗണ്ട്സ് മാർച്ച് 31 ക്ലോസ് ചെയ്യുന്നു, ബുക്സ് എല്ലാം ഫൈനലൈസ് ചെയ്ത് ഓഡിറ്റിന് കൊടുക്കുന്നു. ഓഡിറ്റഡ് ആയിട്ടുള്ള ബുക്സ് എല്ലാ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് നോക്കിയതിന് ശേഷം എത്ര റിസർവ് ഉണ്ട്, എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം എത്ര ശതമാനം ഡിവിഡൻഡ് കൊടുക്കാം എന്ന് ബോർഡ് റെക്കമെൻഡ് ചെയ്യുന്നു. അതിനെ AGM-ൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, സെക്ഷൻ 96-ൽ ഓർഡിനറി ബിസിനസ് പ്രകാരം നമ്മളതിന് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ പൊതുവേ കമ്പനികൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇതാണ്. അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷം ഉള്ള ലാഭവിഹിതത്തിൽ നിന്ന് AGM-ൽ വെച്ച് ബോർഡ് റെക്കമെൻഡ് ചെയ്ത ശതമാനം AGM-ൽ വെച്ച് ഷെയർ ഹോൾഡേഴ്സ് പ്രഖ്യാപിക്കും, ഡിക്ലെയർ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ വാക്കുണ്ട് ഫൈനൽ ഡിവിഡൻഡ്. പഴയ ലോയിൽ ഫൈനൽ ഡിവിഡൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ there are many companies in India which have huge profits or huge reserves. അവർക്ക് ഒരു വർഷം ഫൈനൽ ഡിവിഡൻഡിന് പുറമേ തന്നെ വർഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ in the currency of year they are capable of giving dividend. Okay, they have the capacity, cash reserves, bank account balances and of course free reserves. അവർക്ക് ഇഷ്ടംപോലെ റിസർവ്സ് ഉണ്ട്. കാരണം പഴയതുപോലെയല്ല, ഇപ്പോൾ കമ്പനികളെല്ലാം ഒത്തിരി പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ തോനെ കാശുണ്ട് കമ്പനിക്ക്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പീരീഡാണല്ലേ, 12 മാസമാണ്. അപ്പോൾ വർഷ അവസാനം കൊടുക്കുന്ന ഡിവിഡൻഡിന് പുറമെ എന്തുകൊണ്ട് വർഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എക്സസ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് തന്നെ ഡിവിഡൻഡ് കൊടുത്തുകൂടാ, അത് ഷെയർ ഹോൾഡേഴ്സിന് നല്ലതല്ലേ എന്നുള്ള ചിന്തയിൽ നിന്നുമാണ് ഇൻറ്ററിം ഡിവിഡൻഡ് എന്ന കൺസെപ്റ്റ് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് നമ്മളിന്ന് പഠിച്ച 2 Clause 35 ഡെഫിനിഷനിൽ ഡിവിഡൻഡ് ഇൻക്ലൂഡ്സ് ഇൻറ്ററിം ഡിവിഡൻഡ് എന്ന് ഡെഫിനിഷൻ വരാൻ കാര്യം. അപ്പോൾ വർഷം തുറന്നിരിക്കുമ്പോൾ ഇൻ ദ കറൻസി ഓഫ് ഇയർ, if the company has profit, then the company may declare interim dividend, and after the accounting year is closed they can also declare final dividend. അപ്പോൾ അതിൻ്റെ ഇതിവൃത്തം അല്ലെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ലാഭമാണ്. കമ്പനിക്ക് കറൻസി, അക്കൗണ്ടിങ് ഇയർ നടക്കുമ്പോൾ തന്നെ ഹ്യൂജ് ലാഭമുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം അക്കൗണ്ട്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പഴയതുപോലെ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തതിനു ശേഷം ഉണ്ടാക്കുക എന്ന് പറയുന്നത് സ്മോൾ മീഡിയം കമ്പനികളിലൊക്കെ ഉള്ളൂ. വലിയ സൈസ്ഡ് കമ്പനികളെല്ലാം ക്വാർട്ടർലി ബേസിസിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്, അറിയായിരിക്കും അല്ലേ. അതിന് Q1, Q2, Q3, Q4 എന്നാണ് പറയുന്നത്. Q1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാർട്ടർ, ഏപ്രിൽ, മെയ്, ജൂൺ, അടുത്തത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, അങ്ങനെ 3 മാസം വെച്ച് ക്വാർട്ടർലി അവരെന്ത് ചെയ്യും, അക്കൗണ്ട്സ് ക്ലോസ് ചെയ്ത് കൊണ്ടുപോകും. പ്രത്യേകിച്ച് ലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ചോളം ആ ക്വാർട്ടർലി റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കമ്പനികളെല്ലാം വന്നിട്ട് ക്വാർട്ടർലി തന്നെ അവരെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്ത് പോകുമ്പോൾ
അവർക്ക് ഓരോ ക്വാർട്ടർ കഴിയുമ്പോഴും ലാഭമുണ്ടോ എന്നറിയാൻ പറ്റും. വൻകിട കമ്പനികൾ, വലിയ വലിയ പേരുകേട്ട കമ്പനികൾ, ലിസ്റ്റഡ് കമ്പനികൾ, 1000 ലിസ്റ്റഡ് കമ്പനികൾ, NSE പ്രൈം കമ്പനികൾ പോലത്തെ വൻകിട കമ്പനികൾക്ക് ഒരു ക്വാർട്ടർ കഴിയുമ്പോൾ തന്നെ കാണും 6000 കോടി പ്രോഫിറ്റ്, രണ്ടാമത്തെ ക്വാർട്ടർ കഴിയുമ്പോൾ തന്നെ കാണും 16000 പ്രോഫിറ്റ്, മൂന്നാമത്തെ ക്വാർട്ടർ കഴിയുമ്പോൾ 21000 പ്രോഫിറ്റ് കാണും. മനസ്സിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ വൻകിട കമ്പനികൾ, ബാങ്കുകളും അതുപോലെ തന്നെ നല്ല ട്രേഡിംഗ് ഉള്ള കമ്പനികൾ, ഇപ്പോൾ ഇൻഫോസിസ് ഇപ്പോൾ റീസെൻ്റായിട്ട് ഇൻ്റർവ്യൂ 23 രൂപ ഡിക്ലെയർ ചെയ്ത് അങ്ങനെ ഒരു. അപ്പോൾ ഇങ്ങനെ ക്യാഷ് റിസർവ്സ് കൂടുതലുള്ള കമ്പനികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ഇയർ ഓപ്പൺ ആയിരിക്കുമ്പോൾ തന്നെ എന്ത് ഡിക്ലെയർ ചെയ്യാൻ, കുട്ടികളെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻട്രിം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ടെക്നിക്കാലിറ്റി എന്ന് പറയുന്നത്, ഇൻട്രിം ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ഇപ്പോൾ AGM ഇല്ലല്ലോ, AGM വെച്ചല്ലേ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ലോ മേക്കറിന് ഒരു കാര്യം മനസ്സിലായി, ഇത് ഇൻട്രിം ഡിവിഡൻഡ് കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒരു ടെക്നിക്കൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യേണ്ടത് AGM-ലാണെന്നാണല്ലോ സെക്ഷൻ 96 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു AGM വിളിച്ച് കൂട്ടാൻ പറ്റത്തില്ലോ, വർഷം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ റെക്കമെൻഡേഷൻ ഒരു കൺസെപ്റ്റ് ഇല്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് തന്നെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. സോ ഇപ്സോ ഫാക്ടോ there is no concept of recommendation of dividend. The interim dividend is ipso facto been declared by the board of directors of the company on the basis of the financial strength of the company, on the basis of the provisional accounts of the company, on a quarterly basis or whatever basis. That's going to depend upon each company. Appo interim dividend is always declared by the board of directors because there is no AGM in the currency of the year. But final dividend has to be declared only at the AGM. As per section 96, you all know, it is an ordinary business at AGM. Clear ayo? Interim dividend, final dividend clear ayo? So it's a very, very important thing. Okay. Breathe, any doubts? Clear ആണല്ലോ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണം, സ്റ്റോപ്പ് ചെയ്ത് ചോദിക്കണം. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ അകത്ത് ഇൻട്രിം ഡിവിഡൻഡിൻ്റെ കേസ് വരുമ്പോൾ 1-2 പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് AGM പറ്റൂല, അതുകൊണ്ട് ബോർഡിന് കൊടുക്കാൻ തീരുമാനിച്ചു, ബോർഡ് ഡിക്ലെയർ ചെയ്യും. പക്ഷേ ഈ ഇൻട്രിം ഡിവിഡൻഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉള്ള കമ്പനികൾ മാത്രമേ ഇൻട്രിം ഡിവിഡൻഡ് കൊടുക്കാൻ പാടുള്ളൂ. ക്വാർട്ടർ 1 ക്ലോസ് ചെയ്തതിനു ശേഷം, ക്വാർട്ടർ 2 ക്ലോസ് ചെയ്തതിനു ശേഷം, ക്വാർട്ടർ 3 ക്ലോസ് ചെയ്യും, ഇങ്ങനെയൊക്കെയാണല്ലോ പൊതുവേ. പക്ഷെ ചിലപ്പോൾ എന്ത് സംഭവിക്കും, ക്വാർട്ടർ 1 ബേസ് ചെയ്തിട്ട് നമ്മൾ കയറി പ്രോഫിറ്റ് ഉണ്ടെന്നുള്ള ബേസ് ചെയ്തിട്ട് നമ്മൾ കയറി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും. പക്ഷെ അങ്ങോട്ട് പ്രോഫിറ്റ് കുറഞ്ഞു പോയാൽ അവസാനം ചിലപ്പോൾ കമ്പനി നഷ്ടത്തിൽ പോയി നിൽക്കും അല്ലേ? അതുപോലെ തന്നെ ഹാഫ് ഇയർ ആവുമ്പോൾ നല്ല പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ള നിഗമനത്തിൽ നമ്മൾ കയറി തോനെ % ഇൻട്രിം ഡിവിഡൻഡ് കൊടുത്ത് ഷെയർ ഹോൾഡേഴ്സിനെ സന്തോഷപ്പെടുത്തും. പക്ഷെ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതൊരു പരിതാപകരമായ ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിക്കും. സോ ദാറ്റ് ഈസ് വൈ നമ്മൾ പിന്നെ പഠിക്കും ഇൻട്രിം ഡിവിഡൻഡിൻ്റെ % ചില ലിമിറ്റുണ്ട്. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റും അല്ലേ? കാരണം വെച്ചാൽ ചാടി കയറി 20-30% കൊടുത്താലേ ചിലപ്പോൾ അടുത്ത 2 ക്വാർട്ടറും 3-ാമത്തെ ക്വാർട്ടറും ബിസിനസ് നഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹോണറബിൾ ട്രംപ് അല്ലേ, ഇപ്പോൾ നമ്മളെ പ്രസിഡന്റ് ഓഫ് US ഇടയ്ക്കിടയ്ക്ക് ടാരിഫ് അനൗൺസ് ചെയ്യും. കണ്ടിട്ട് ഒരുപാട് കമ്പനികൾ അത് ബാധിച്ചു. കാരണം എന്ന് വെച്ചാൽ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചുള്ളത് ഭയങ്കരമായിട്ട് അവരുടെ പ്രോഫിറ്റബിലിറ്റിയെ ഹിറ്റ് ചെയ്യും. അതുപോലെ H1B വിസയുടെ ഹൈക്ക് അത് ഭയങ്കരമായിട്ട് ഒരുപാട് കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി, എസ്പെഷ്യലി IT കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി ബാധിക്കും. അപ്പം ഇങ്ങനെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാം, ഗവൺമെന്റ് പോളിസീസ് ചേഞ്ച് ആവാം, നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവാം. അപ്പോൾ അടുത്ത 2 ക്വാർട്ടർ എന്ത് സംഭവിക്കുന്നത് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഫൈനൽ ഡിവിഡൻഡിന് % ലിമിറ്റ് ഒന്നുമില്ല. പക്ഷേ ഇൻട്രിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ % ചില ലിമിറ്റ്സ് വെച്ചിട്ടുണ്ട്. നമ്മളത് പിന്നെ ഡിസ്കസ് ചെയ്യും. ഇനി അടുത്തൊരു ഏറ്റവും രസകരമായ ഒരു അക്കൗണ്ടൻസി കൺസെപ്റ്റ് എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം ഈ ഇൻട്രിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോഴും ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോഴും കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സ്വഭാവമായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കും. അതുവരെയുള്ള ഇൻട്രസ്റ്റ്, അതുവരെയുള്ള എക്സ്പെൻസ് എല്ലാം ബുക്ക് ചെയ്യും, ഇൻട്രസ്റ്റ് ഇടും, ഡിപ്രിസിയേഷൻ ഇടും, ടാക്സ് ഇടും. ഇങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ ഈ ഇൻട്രിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഈ ഡിപ്രിസിയേഷനാണ്. കാരണം ഈ ഇൻട്രിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഡിപ്രിസിയേഷൻ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു Q1 ക്വാർട്ടർ 1 ഏപ്രിൽ മെയ് ജൂൺ കഴിഞ്ഞു,
നല്ല പ്രോഫിറ്റ് ഉണ്ട്, 6,000 കോടി പ്രോഫിറ്റ് ഉണ്ടായി, ഉടനെ കയറി ഇൻട്രം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഈ ഡിപ്രിസിയേഷൻ്റെ ഒരു പ്രത്യേകത. ഇൻട്രം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ ഫസ്റ്റ് ക്വാർട്ടർ കഴിഞ്ഞ ശേഷമാണെങ്കിലും അഥവാ അല്ലെങ്കിൽ സെക്കൻഡ് ക്വാർട്ടർ കഴിഞ്ഞ ശേഷമാണെങ്കിലും, ബട്ട് യു മേക്ക് ഷുവർ ദാറ്റ് യു ആർ പ്രൊവൈഡിങ് ദ ഡിപ്രിസിയേഷൻ ഫോർ ദ ഹോൾ ഇയർ. പറഞ്ഞ മനസ്സിലായോ? ക്വാർട്ടേർലി ഫസ്റ്റ് ക്വാർട്ടർ ക്ലോസ് ചെയ്ത് ഏപ്രിൽ മെയ് ജൂണിലാണ് നിങ്ങൾ ഫസ്റ്റ് ഇൻട്രം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വർഷത്തേക്കുള്ള മുഴുവൻ ഡിപ്രിസിയേഷനും ക്വാർട്ടേർലി അക്കൗണ്ട്സിൽ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ലാഭമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇൻട്രം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ക്വാർട്ടറൊക്കെ കഴിയുമ്പോൾ കമ്പനിക്ക് നഷ്ടമുണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നഷ്ടമുണ്ടാവുകയും അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ഒരു കൺസെപ്റ്റ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് while you declare interim dividend, the law stipulates that the whole year depreciation has to be provided before you compute the profit and loss account for the particular period. So this is a scientific method so that the company will not sink at a later date. അതാണ് അതിൻ്റെ അകത്തുള്ളൊരു കൺസെപ്റ്റ്. ഐ ഹോപ്പ് ഈ ഡിപ്രിസിയേഷൻ മനസ്സിലായി എന്ന് തോന്നുന്നു. ഒരു അക്കൗണ്ടൻസി നമ്മൾ പറയുന്നത് കൺസർവേറ്റീവ് അപ്രോച്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. കാരണം നാളൊരു കാലത്ത് 2 മാസം കഴിയുമ്പോൾ ഡിപ്രിസിയേഷൻ പോലും ഇടാൻ പറ്റാത്ത, പ്രോഫിറ്റ് വരാത്തൊരവസ്ഥ വരരുല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ വർഷത്തിലുള്ള മുഴുവൻ ഡിപ്രിസിയേഷൻ കമ്പ്യൂട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇപ്പോഴേ അങ്ങ് ബുക്ക് ചെയ്യണം. സോ ദാറ്റ് കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ലുക്ക് സൗണ്ട്. ഓക്കെ. ഇനി വേറൊരു സംശയം ചില കുട്ടികൾ, ഒന്നിൽ കൂടുതൽ ഇൻട്രം ഡിവിഡൻഡ് കൊടുക്കാം. ക്വാർട്ടർ 1 കൊടുക്കാം, ക്വാർട്ടർ 2 കഴിഞ്ഞ് ക്വാർട്ടർ 3 കൊടുക്കാം, എന്നിട്ട് വേണമെങ്കിൽ ഫൈനൽ ഡിവിഡൻഡ് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന കമ്പനികളുണ്ട്. 3 പ്രാവശ്യം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന കമ്പനികളുണ്ട്. സെക്കൻഡ് ഇൻട്രം ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനി. എല്ലാം ആ കമ്പനിയുടെ ലാഭത്തിന്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ടിരിക്കും. എത്രത്തോളം ലാഭമുണ്ടെന്നും എത്രത്തോളം പൈസ ഉണ്ടെന്നും. ഞാൻ എപ്പോഴും പറയും, ഇൻകം ടാക്സും ഡിവിഡൻഡ് എന്ന് പറയുന്ന 2 കാര്യങ്ങളും ബുക്ക് എൻട്രി പോരാ. മനസ്സിലായില്ലേ? പ്രൊവിഷൻ ഇടുന്നത് ബുക്ക് എൻട്രി ആണ്, ഡിപ്രിസിയേഷൻ ഇടുന്നത് ബുക്ക് എൻട്രി ആണ്. പൈസയൊന്നും പോകത്തില്ല. ബുക്ക് എൻട്രി ഇട്ടാൽ മതി, ചുമ്മാ ഡെബിറ്റ് ചെയ്തിട്ടാൽ മതി. പ്രൊവിഷൻ ഇടാം, ഡിപ്രിസിയേഷൻ ഇടാം, ഇതെല്ലാം വന്നിട്ട് ഡെബിറ്റ് ചെയ്തിട്ടാൽ മതി, കയ്യിൽ പൈസ പോകത്തില്ല. പക്ഷേ 2 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ കരിയറിൽ മറക്കരുത്. ടാക്സും ഡിവിഡൻഡും ബുക്ക് ചെയ്യുമ്പം എന്ത് പോവും സ്വാമി? എന്ത് പോവും? ടാക്സ് ബുക്ക് ചെയ്യുമ്പോഴും ടാക്സ് ബുക്ക് ചെയ്യുമ്പോഴും ഡിവിഡൻഡ് ബുക്ക് ചെയ്യുമ്പോഴും എന്തും കൂടെ പോവും? പൈസയും കൂടെ പോകും അല്ലേ? ഇൻകം ടാക്സ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഇൻകം ടാക്സ് അടക്കണ്ടേ, പൈസ ആയിട്ട് കൊടുക്കണ്ടേ? അതുപോലെ തന്നെ ഡിവിഡൻഡ് ബുക്ക് ചെയ്യുമ്പോഴും അത് പൈസ ആയിട്ട് കൊടുക്കേണ്ടി വരും അല്ലേ? അതുകൊണ്ട് ദ വെരി ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ഫോർ വെദർ ഇൻട്രം ഡിവിഡൻഡ് ക്യാൻ ബി പെയ്ഡ്, മൾട്ടിപ്പിൾ ഇൻട്രം ഡിവിഡൻഡ് ക്യാൻ ബി പെയ്ഡ്, or even final dividend can be paid will base upon the cash balance you have. Unless and until you have money in your bank account, the company cannot give interim or final dividend merely by book entry. Book entry ഇട്ടിട്ട് കാര്യമില്ല, അതിനുള്ള പൈസ വേണം. Okay, so we'll now complete this comparison, meaning the dividend recommended by the board and declared by at the AGM അല്ലേ? അപ്പോൾ ഫൈനൽ ഡിവിഡൻഡ് എപ്പോഴും ഫൈനൽ ഡിവിഡൻഡ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ബോർഡാണ്. ആ ബോർഡ് റെക്കമെൻഡ് ചെയ്ത ഡിവിഡൻഡിനെ AGM-ൽ വെച്ചിട്ട് ഷെയർ ഹോൾഡേഴ്സ് ഡിക്ലെയർ ചെയ്യും. ഓക്കെ. ഇൻട്രം ഡിവിഡൻഡിലെ ഷെയർ ഹോൾഡേഴ്സിന് പങ്കേയില്ല. ഇവിടെ ആരും റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് പെയ്ഡ് ഇൻ ബിറ്റ്വീൻ 2 AGMs. പവർ ടു ഡിക്ലെയർ പറഞ്ഞു, ഫൈനൽ ഡിവിഡൻഡ് ഈസ് റെക്കമെൻഡഡ് ബൈ ദ ബോർഡ് ആൻഡ് ഡിക്ലെയർഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ഇൻട്രം ഡിവിഡൻഡിൽ റെക്കമെൻഡേഷനും ഇല്ല, ഷെയർ ഹോൾഡേഴ്സിന് പങ്കുമില്ല. ഇറ്റ് ഈസ് ഓൾവേസ് ഡിക്ലെയർഡ് ബൈ ദ കമ്പനീസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് ഇല്ലല്ലോ, AGM-ന് വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഇല്ല പിക്ചറിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്ടർമാർക്ക് തന്നെ സ്വമേധയായിട്ട്, ഇൻ ദ സെൻസ് ഡയറക്ടേഴ്സ് itself can declare interim dividend. Meeting declared at AGM, ഇവിടെ declared at board. Frequency of payment, ഫൈനൽ ഡിവിഡൻഡ് ഒരിക്കേ ഉള്ളൂ. അക്കൗണ്ട് ഇയർ ക്ലോസ് ചെയ്യുന്ന ശേഷം ഒരു ഫിനാൻഷ്യൽ ഇയറിന് ഒരു ഫൈനൽ ഡിവിഡൻഡ് മാത്രമേ ഉള്ളൂ. interim dividend can be paid multiple times, 1 time or 2 time or 3 time as per the cash balance available with the company and the reserves available with the company. Quantum of dividend, members cannot declare dividend over and above the amount recommended by the board. ഫൈനൽ ഡിവിഡൻഡില് ബോർഡ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള
ബോർഡ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പെർസെൻറ്റേജിന് മുകളിലായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. ഫൈനൽ ഡിവിഡൻഡിന്റെ പെർസെൻറ്റേജ് തീരുമാനിക്കുന്നത് ബോർഡാണ്. ബോർഡ് റെക്കമെൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 7% ഡിവിഡൻഡ് എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് AGM-ൽ വെച്ചിട്ട് മാക്സിമം 7% മാത്രമേ ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനു മുകളിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫൈനൽ ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. വേണമെങ്കിൽ കുറച്ച് ഡിക്ലെയർ ചെയ്യാം. റെക്കമെൻഡ് ചെയ്യുന്ന ആരാണ്? ബോർഡാണ്. ഇവിടെ എത്ര ശതമാനമാണ് എക്സാമ്പിളില്? 7%. അപ്പോൾ ഫൈനൽ ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സ് എത്ര ഡിക്ലെയർ ചെയ്യാവൂ? 7%. 7% താഴെ വേണം ഡിക്ലെയർ ചെയ്യാം. പക്ഷേ ബോർഡ് റെക്കമെൻഡ് ചെയ്ത പെർസെൻറ്റേജിന് മുകളിലായിട്ട് ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സിന് ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല, പറ്റൂല. ഇന്ററിം ഡിവിഡൻഡ് ഞാൻ പറഞ്ഞു, പെർസെൻറ്റേജ് ഓഫ് ഇന്ററിം ഡിവിഡൻഡിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. കഴിഞ്ഞ 3 വർഷം കൊടുത്തിട്ടുള്ള ഡിവിഡൻഡിന്റെ പെർസെൻറ്റേജിന്റെ മുകളിൽ, ആവറേജിന്റെ മുകളിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. It shall not be declared at a rate higher than the average dividends declared by the company during the immediately preceding 3 years. കഴിഞ്ഞ 3 വർഷം ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഡിവിഡൻഡ് എത്ര ശതമാനം ഉണ്ടോ അതിനെ ആവറേജ് ചെയ്തിട്ട് അത് എത്ര ശതമാനമോ ആ ശതമാനത്തിന് മുകളിൽ ഒരിക്കലും ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഇന്ററിം ഡിവിഡൻഡും ഫൈനൽ ഡിവിഡൻഡും തമ്മിൽ വ്യത്യാസം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. എനി ഡൗട്ട്സ്? സഞ്ജു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കേ. ക്ലിയർ? സൗമ്യ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, അപ്പോ ഇതാണ് ഫൈനൽ ഡിവിഡൻഡും ഇന്ററിം ഡിവിഡൻഡും തമ്മിൽ വ്യത്യാസം. ഞാൻ ഒന്നുകൂടി പറയാം, ഒരു പോയിന്റ് ഒന്നുകൂടി പറഞ്ഞിട്ട് അടുത്തതിലോട്ട് പോവാം. ഫൈനൽ ഡിവിഡൻഡ് റെക്കമെൻഡ് ചെയ്യുന്നത് ബോർഡാണ്. അത് ഡിക്ലെയർ ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സാണ് AGM-ൽ വെച്ചിട്ട്. ബോർഡ് റെക്കമെൻഡ് ചെയ്യുന്ന പെർസെൻറ്റേജിന് മുകളിലായിട്ട് ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സിന് ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഐ റിപ്പീറ്റ്, final dividend is recommended by the board and declared at the AGM by the shareholders. But the shareholders cannot declare the final dividend over and above the percentage which has been recommended by the board. As far as interim dividend is concerned, there is no concept of shareholders declaring, because shareholders have no role in declaring interim dividend. Interim dividend, there is no concept of recommendation. Interim dividend is always declared by the board of directors at a board meeting, and there is no role for the shareholders. Since interim dividend, there is a possibility of the company going into loss in the subsequent months. The law puts a restriction on the maximum percentage of interim dividend, and that percentage is average of the last 3 years dividend. So that we had put a cap on the maximum percentage of interim dividend which can be declared by the board, so that there should not be any risk at a later date. Okay, അപ്പോൾ അത് വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയാലോ, പല സ്ഥിരം ഒരു ഇതുണ്ട് അതിൻ്റെ അകത്ത്. കാരണം പലയിടത്തും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയും. അവിടേക്ക് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി മൂവ് ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടി മൂവ് ചെയ്യാം. എന്തായാലും ഇത് ഒറ്റ ഷെഡ്യൂൾ കൊണ്ട് തീരത്തില്ല, ഒരു ക്ലാസ് കൂടെ വേണ്ടി വരും എത്തിക്കാനായിട്ട്. സോ പവർ ടു ഡിക്ലെയർ ഡിവിഡൻഡ്, ദ സെയിം തിങ്. അതിന് വീണ്ടും ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഫൈനൽ ഡിവിഡൻഡ് വൈൽ അപ്രൂവിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഐ തിങ്ക് ദ സെയിം തിങ് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. വർഷം തോറുള്ള ഡിവിഡൻഡ് റേറ്റ് വ്യത്യാസമായിരിക്കും. എഗെയിൻ പറഞ്ഞു, ഡിവിഡൻഡ് ഈസ് റെക്കമെൻഡ് ബൈ ദ ബോർഡ് ആൻഡ് ഡിക്ലെയർഡ് അറ്റ് AGM. ദ സെയിം തിങ്. ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട് an item of ordinary business. You all know ordinary business AGM-ലെ 4 ordinary business ഒരെണ്ണമാണ് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്.
വളരെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞു. പെർസെൻറ്റേജിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ഷെയർ ഹോൾഡേഴ്സ് മേ ഡിക്ലെയർ ഡിവിഡൻഡ് വിച്ച് ഇസ് ലെസർ ദാൻ ദ എമൗണ്ട് റെക്കമെൻഡ് ബൈ ബോർഡ്. പ്രാക്ടിക്കലി അങ്ങനെ ചെയ്യത്തില്ലെങ്കിലും ബോർഡ് റെക്കമെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും വേണമെങ്കിൽ കുറച്ച് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. പക്ഷെ ഒരിക്കലും അതിന് മുകളിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. അഗെയിൻ ഇൻറ്ററിം ഡിവിഡൻഡ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയും, എങ്കിലും ജസ്റ്റ് കവർ ചെയ്ത് പോവാം. ഈ ഡിവിഡൻഡിൻ്റെ സെക്ഷൻ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല. സോ പ്ലീസ് നോട്ട് ദാറ്റ്. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ വിട്ടുപോയി. തുടക്കത്തിൽ ഡിഫറൻഷിയേഷനൊക്കെ പറഞ്ഞു വന്നിട്ടുള്ളതുകൊണ്ടാണ്. സെക്ഷൻ 123 ആണ് ഡിവിഡൻഡിൻ്റെ സെക്ഷൻ. ഓക്കെ, എല്ലാം എളുപ്പമുള്ള നമ്പർ അല്ലേ, 123. സെക്ഷൻ 123 ആണ് ഡിവിഡൻഡിൻ്റെ സെക്ഷൻ. ഡെഫിനിഷൻ 2 clause 35. അതിനുശേഷം വന്നിട്ട് ഇപ്പോൾ 2 clause 35 കേൾക്കുമ്പോൾ പെട്ടെന്ന് 2 clause 34 ഒക്കെ ഓർമ്മ വരില്ല. കാരണം ആ ഏരിയയിൽ വരാൻ കാര്യം DH തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് D വെച്ച് തുടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ്. ഡിവിഡൻറ്റും ഡയറക്ടറും ഒക്കെ D വെച്ചാണ് ആദ്യ സെക്ഷൻ. അതുകൊണ്ടാണ് ആ ഏരിയയിൽ തന്നെയാണ് സബ് ക്ലോസ് വരാൻ കഴിയും. ഇപ്പോൾ ബോർഡ് അതുപോലെ തന്നെ ഇതെല്ലാം ഓർഡറിലാണ് വരുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ചിലർക്ക് പെട്ടെന്ന് പാർട്ട് എയിലോട്ട് വരുമ്പോൾ സർ 2 clause 35 ഇങ്ങനെ വന്ന് ചോദിക്കും. 2 clause 34 അല്ലേ അവിടെ പഠിച്ച ആദ്യത്തെ ഡെഫിനിഷൻ ചോദിക്കും. അത് കാരണം D വെച്ച് തുടങ്ങും, ഡിവിഡൻറ്റും ഡയറക്ടറും. അതുകൊണ്ടാണ്. അപ്പോൾ ഇൻ്റർ ഡിവിഡൻ്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പറഞ്ഞു പെർസെൻറ്റേജിനെ കുറിച്ച് പറഞ്ഞു. അടുത്തൊന്നുമാണ് ഔട്ട് ഓഫ് ദ, അപ്പോൾ സെക്ഷൻ പറഞ്ഞു. ഡിവിഡൻറ്റിൻ്റെ സെക്ഷൻ 123 ആണ്, എളുപ്പമുള്ള സെക്ഷനാണ് 123. ഔട്ട് ഓഫ് ദ സർപ്ലസ് നെറ്റ് പ്രോഫിറ്റ് എക്സെട്ര ഫോർ വിച്ച് സച്ച് ഇൻറ്റർ ഡിവിഡൻറ്റ് ഈസ് ഔട്ട് ടു ബി ഡിക്ലയർഡ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് ജനറേറ്റഡ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇടയ്ക്ക് വെച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് എത്ര എമൗണ്ട് നമ്മളതിലുണ്ടെന്ന് നോക്കിയിട്ടും കമ്പനിയുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി നോക്കിയിട്ടും ഫ്രീ റിസോഴ്സിൻ്റെ പൊസിഷൻസും ക്യാഷ് റിസോഴ്സിൻ്റെ പൊസിഷൻസും ഒക്കെ നോക്കിയിട്ടാണ് ഇൻ്റർ ഡിവിഡൻറ്റ് പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ കമ്പനിയിലെ വർഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ക്യാഷ് ജനറേറ്റ് ചെയ്യുന്ന, ഒരുപാട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കമ്പനീസാണ് സാധാരണ ഇൻ്റർ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇൻ്ററിം ഡിവിഡൻറ്റ് അറിയാമല്ലോ, ഈ പറഞ്ഞു പ്രൊവിഷണൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻ്ററിം ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യുന്നത്. അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നല്ല കമ്പനികളൊക്കെ സാധാരണ ക്വാർട്ടേർലി അക്കൗണ്ട്സ് ചെയ്തതിന് ശേഷം ക്വാർട്ടേർലി, അതായത് Q1, Q2, Q3, Q4 അങ്ങനെ ഓരോ ക്വാർട്ടറും അക്കൗണ്ട്സ് ക്ലോസ് ചെയ്ത് പ്രൊവിഷണലായിട്ട് ഒന്ന് ഇൻറ്റേർണലി അനലൈസ് ചെയ്ത് ബോർഡ് അതിനെക്കുറിച്ച് വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ചെയ്തതിന് ശേഷം എത്രത്തോളം ക്യാഷ് ഉണ്ടെന്നും എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടെന്നും ഇനി അങ്ങോട്ടുള്ള മാസം എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇൻ്ററിം ഡിവിഡൻറ്റ് കൊടുക്കണോ വേണ്ടി എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു എസ്റ്റിമേറ്റിനെ ബേസ് ചെയ്തിട്ടും ചില നമ്മൾ പറയത്തില്ലേ, ചില ജഡ്ജ്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്ററിം ഡിവിഡൻറ്റ് കൊടുക്കണോ വേണ്ടി എന്നുള്ളത് തീരുമാനിക്കുന്നത്. ബട്ട് ഷെയർ ഹോൾഡേഴ്സ് ഈസ് ഓൾവേസ് ഹാപ്പി. ഇപ്പോൾ ദർ ഈസ് വൺ കമ്പനി വേറെ 2 ഇൻ്ററിം ഡിവിഡൻറ്റ് ഒരു ഫൈനൽ ഡിവിഡൻറ്റ് കൊടുക്കും. അപ്പോൾ അതൊക്കെ വലിയൊരു സന്തോഷമല്ലേ അല്ലേ നമുക്ക്, അല്ലേ? ഒരു 6 മാസം ആകുമ്പോൾ ഒരു ഡിവിഡൻറ്റ് കിട്ടുന്നു, ഒരു 9 മാസം കഴിയുമ്പോൾ വേറൊരു ഡിവിഡൻറ്റ് കിട്ടുന്നു, ഫൈനൽ ഡിവിഡൻറ്റ് വീണ്ടും ഫൈനൽ ഡിവിഡൻറ്റ് ആകുമ്പോൾ ഒരു ഡിവിഡൻറ്റ് കിട്ടുന്നു. സോ ഇറ്റ്സ് ഓൾവേസ് എസ്പെഷ്യലി ഒരുപാട് ഷെയറൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചുള്ള അതൊരു നല്ലൊരു വരുമാനമാണ്. അങ്ങനെ ഒരുപാട് നിങ്ങൾ ഗൂഗിളിൽ ചുമ്മാ ബെസ്റ്റ് ഡിവിഡൻറ്റ് പേയിങ് കമ്പനീസ് അടിച്ചു നോക്കി അറിയാൻ പറ്റും. യു വിൽ സർപ്രൈസ് ടു സീ ദർ മെനി കമ്പനീസ് വിച്ച് ഗിവ് ITC is one of the best company which give good dividend, and there are many PSUs, public sector undertakings also, which declare a lot of good dividend to the shareholders, so that അവരെ സംബന്ധിച്ചുള്ള ക്യാഷ് ഒരുപാട് തോനെ കൂടി കിടക്കുന്നത് കുറഞ്ഞു കിട്ടും, റിസർവ്സ് കുറഞ്ഞു കിട്ടും, ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് വിൽ ബി ഹാപ്പി. അതിനെക്കാട്ടിലും ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഇത് കേട്ടുകൊണ്ട് പുതിയ പുതിയ ഇൻവെസ്റ്റേഴ്സ് ഈ കമ്പനിയിലോട്ട് ആകർഷിക്കപ്പെടും, അല്ലേ? ഒരുപാട് ഡിവിഡൻറ്റ് കിട്ടുന്ന കമ്പനിയാണ്, ഡിവിഡൻറ്റ് പേയിങ് കമ്പനിയാണ്, അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന രീതിയിൽ ഒത്തിരി ഇൻവെസ്റ്റേഴ്സ് ഈ കമ്പനിയിൽ വരാറുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ബട്ട് ദ ഓൺലി തിങ് ഈസ് പെർസെൻറ്റേജ് കണ്ടുവിടരുത്, അന്താളിക്കാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞു, മാർക്കറ്റ് വാല്യൂവിലല്ല പെർസെൻറ്റേജ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഡിവിഡൻറ്റിൻ്റെ, മറിച്ച് ഡിവിഡൻറ്റിൻ്റെ പെർസെൻറ്റേജ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഫേസ് വാല്യൂവിലാണ്, ഷെയറിന് ഫേസ് വാല്യൂവില്ല. അപ്പോൾ അതൊരു പ്രാക്ടിക്കൽ ആയിട്ട് മനസ്സിലാക്കി. ഓക്കെ, ഇനി പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഈ ഇൻ്റർമീഡിയറ്റ് ഫൈനൽ ഡിവിഡൻറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതിന് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് പല തലങ്ങും വിലങ്ങും എഴുതിയിട്ടുണ്ട്. അത് എപ്പോഴും അങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ ഒരു സ്ഥലത്ത് പറഞ്ഞാൽ മതി, അപ്പോൾ പിള്ളേർ ക്ലിയർ ആവും. ഇത് വീണ്ടും വീണ്ടും പറയുമ്പോൾ പിള്ളേർക്ക് ഒരു ആവർത്തനം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നതിന് അത് വീണ്ടും എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. എല്ലാ വീട്ടിൽ നിന്ന് പഠിക്കുന്നതിനെ സംബന്ധിച്ചോളം അതൊരു വലിയൊരു ടാസ്ക്കാണ് അത്. സോ യു ഹാവ് ടു ലുക്ക് ദാറ്റ്. പിന്നെ ഇൻ്ററിം ഡിവിഡൻറ്റും ഫൈനൽ ഡിവിഡൻറ്റും ഡിക്ലെയർ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞതിന് ചില കേസ് ലോയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ഡിവിഡൻറ്റ് വന്നിട്ട് AGM-ലാണ് ഡിക്ലെയർ ചെയ്യുന്നത്.
ബോർഡ് റെക്കമെൻഡ് ചെയ്ത് AGM ഡിക്ലെയർ ചെയ്യും. അത് നമ്മൾ പറഞ്ഞതാണല്ലോ. പക്ഷേ എങ്കിലും ഒരു കേസ് ലോയിൽ അതുണ്ടാവും. രഘുനന്ദൻ ന്യൂട്ടിയ ബസ് സ്വദേശി ക്ലോത്ത് ഡീലേഴ്സ് ലിമിറ്റഡ് അതിൽ ഒന്നുകൂടി എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞു ബോർഡ് റെക്കമെൻഡ് ചെയ്യുന്ന ഫൈനൽ ഡിവിഡൻഡ് പെർസെൻറ്റേജിന് മുകളിൽ ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ എങ്കിലും മഹാറാണി ലളിത രാജ ലക്ഷ്മി വേഴ്സസ് ഇന്ത്യ മോട്ടോർ കമ്പനി ലിമിറ്റഡ്, ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് നോ എൻഹാൻസ്മെന്റ് ഓഫ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ദാൻ ദാറ്റ് റെക്കമെൻഡ് ബൈ ദ ബോർഡ് ഇസ് പോസിബിൾ. അതപ്പോൾ ഈ കേസ് ലോസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ട് എനേബിളിംഗ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. എന്തായാലും പുതിയതായിട്ടൊന്നും ഈ കേസിൽ പറയുന്നില്ല, മറിച്ച് ലോയിൽ പറഞ്ഞിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസിനെ, ലോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ എനേബിൾ ചെയ്യുന്ന രീതിയിൽ, സബ്സ്റ്റാൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ കേസസ് വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാം. എല്ലാം ഓരോ ലൈനേ ഉള്ളൂ. സോ ഇറ്റ് വിൽ ഡിപ്പെൻഡ്, ഇറ്റ് വിൽ നമ്മൾ പറയത്തില്ല, ആൻസർ ഷീറ്റ് കുറച്ചുകൂടി ക്വാളിറ്റി വരും അവിടെ ഇവിടെ ആയിട്ടൊന്നും കേസസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബട്ട് നത്തിങ് ന്യൂ തിങ് ഇസ് ബൈൻ ദർ. ഓൾറെഡി അറിയാവുന്ന കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇത്തരം കേസസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഫ്യൂ തിങ്സ് വിൽ ലീവ്. കുറച്ചുകൂടി നോക്കാം, ഡോണ്ട് ഫീൽ ബാഡ്. 123 തന്നെയാണ് അഗെയിൻ. 123 ആണ് മെയിൻ സെക്ഷൻ, സോഴ്സസ് ഓഫ് ഡിവിഡൻഡും കാര്യങ്ങളൊക്കെ. നൗ we are going to discuss about എവിടെ നിന്നാണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത്, and which is called as sources of dividend. And this is typically in accountancy conceptലാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പനി ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ അക്കൗണ്ടൻസിൽ എൻട്രി ഇടുന്നു അല്ലേ, ഒരു സൈഡിൽ ടു ബാങ്ക് ഇടുമ്പം ഡെബിറ്റ് ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ ഒരു അക്കൗണ്ടൻസി കൺസെപ്റ്റിൽ തിയോറിറ്റിക്കലി പറഞ്ഞാൽ ക്യാഷ് ബാലൻസ് ഉള്ള കമ്പനികളും ക്യാഷ് റിച്ച് കമ്പനീസും റിസോഴ്സ് കൂടിക്കിടക്കുന്ന കമ്പനികളുമാണ് സാധാരണ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ജേർണൽ എൻട്രി ഇടാനും അക്കൗണ്ടൻസി പാർലൻസിൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂ കിട്ടാനായിട്ട് ആയിട്ട് നമുക്കൊരു സോഴ്സ് വേണം അല്ലേ. അപ്പോൾ ആ സോഴ്സാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ 123 സ്പീക്സ് അബൌട്ട് സോഴ്സസ് ഓഫ് ഡിക്ലെയറിംഗ് ഡിവിഡൻഡ് ഓർ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. അപ്പോൾ ഫസ്റ്റ് വൺ, ഇത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പടം വരച്ച് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി. യാതൊരു സംശയവുമില്ല, ഒരു കമ്പനിക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ പ്രോഫിറ്റിൽ നിന്നാണ്. ദാറ്റ് ഈസ് കറണ്ട് ഇയർ പ്രോഫിറ്റ്. അപ്പോൾ ഫൈനൽ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻറ്ററിം ഡിവിഡൻഡ്. ആ വർഷം നല്ല ലാഭത്തിൽ പോകുന്ന കമ്പനികൾ, ആ വർഷം അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തതിനു ശേഷം നല്ല തോന്നെ ലാഭത്തിലുള്ള കമ്പനികൾക്ക് എന്ത് ചെയ്യാം, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. So the first source is out of the profits of the company from the current year. Second source, if you don't have profit in the current year, my dear students, the company can declare dividend from the profits of the previous years, and that is called as free resource or accumulated profits. അപ്പോൾ കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കണമെന്നുണ്ട്, പക്ഷെ ഈ വർഷം എന്തില്ല, ആവശ്യത്തിനുള്ള പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഏറ്റവും അത്ഭുതപരമായ സംഭവം ലോയിൽ, നിങ്ങൾക്ക് കറണ്ട് ഇയർ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ കുട്ടികളെ പ്രീവിയസ് ഇയർ പ്രോഫിറ്റിൽ ബാക്കി കിടപ്പുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് കോൾഡ് എസ് എ ഫ്രീ റിസോഴ്സ്, യു ക്യാൻ ഡിക്ലെയർ ഡിവിഡൻഡ് ഫ്രം out of the free resource or accumulated profits. അതിന് കുറച്ച് വേറെ പ്രൊവിഷൻസ് ഉണ്ട്, പിന്നെ പഠിക്കാം. So this is very interesting point. So if you don't have profit this year, or if you don't have sufficient profit this year, still my dear students, you can declare dividend, provided you should have accumulated profits or free resource which is available and accumulated from the previous year's profits. But there is of course certain conditions for that. You will sound little bit indifferent. പ്രോഫിറ്റ് ഇല്ലാത്ത എങ്ങനെയാ കൊടുക്കും സാർ എന്ന് ചോദിക്കാം അല്ലേ, പ്രോഫിറ്റ് ഇല്ലല്ലോ എന്ന് ചോദിക്കാം. ശരിയാണ്, ഈ വർഷം പ്രോഫിറ്റ് ഇല്ല, പക്ഷെ പഴയ തലേ വർഷത്തെ പ്രോഫിറ്റ് കൂടി കിടപ്പുണ്ട് ബാക്കി. ആൻഡ് വാട്ട് യു കോൾഡ് ആസ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഓഫ് ഫ്രീ റിസോഴ്സ്, അതിന് കൊടുക്കാം. പക്ഷെ അത് എളുപ്പമല്ല, അതിന് ചില നിബന്ധനകളുണ്ട്, നമ്മൾ പിന്നെ നോക്കാം. Point number 3 അല്ലെങ്കിൽ source number 3, but which is a rare case, out of monies provided by central government or state government as a guarantee
ഗ്രാൻറ്റ്. അത് റെയറായിട്ട് നടക്കുന്ന കാര്യമാണ്, എസ്പെഷ്യലി ഫോർ സെൻട്രൽ PSUs ഓർ സ്റ്റേറ്റ് PSUs, where government will give you some guarantee money or some amount for distributing dividend. That is a rare situation. We will rule out that. I will say basically there are two sources of paying dividend. One is from the current year profit and second is from the previous year profit. And previous year profit in the dividend kodukkunna alarms to be something fishy. Yes, I accept that, but there are some conditions for that. If only and you comply with the condition, you are able to give profit from the previous years. Okay, അപ്പോൾ ഈ വർഷം സാധാരണ രീതിയിൽ നടക്കുന്നത് എങ്ങനെയാണ്? ഈ വർഷം പ്രോഫിറ്റ് ഉണ്ട്, സന്തോഷം, ഇഷ്ടംപോലെ റിസർവ് ഉണ്ട്, ഇഷ്ടംപോലെ പൈസയുണ്ട്, ഡിവിഡൻഡ് കൊടുക്കാം. പക്ഷേ there may be some situations where even though you don't have profit for the current year, you will be forced to, or you will be in a situation to declare dividend. Yes, it is possible that can be done from the previous year, or what we call as accumulated profit of resource. Clear? Clear ആണെങ്കിലും തമ്പടിച്ചേ, ക്ലിയർ ആണല്ലോ? Yes. So I think interesting ആണല്ലേ, അതുകൊണ്ടാണ് ഡിവിഡൻഡ് തുടങ്ങുന്നത്. കാരണം പൊതുവെ നമ്മളധികം കേട്ട് പോകും, മറ്റൊക്കെ ഒരേ പാറ്റേൺ മീറ്റിംഗ് ബോർഡ് എന്നൊക്കെ പറയുമ്പോഴേ സംതിങ് ലിറ്റിൽ ഡിഫറെൻറ്റ് ആൻഡ് സംതിങ് ഐ ഷുഡ് സേ കുറച്ച് ക്യൂരിയോസിറ്റി ഉള്ള ഏരിയ ആണ്. നിങ്ങൾക്ക് പുതിയൊരു ഏരിയ. അങ്ങനെയാണ് ഞാൻ ഡിവിഡൻഡ് സ്റ്റാർട്ട് ചെയ്തത് പാർട്ടിയിൽ. ഡോണ്ട് വറി, ഐ വിൽ നോട്ട് ടേക്ക് മോർ ക്വാണ്ടിറ്റി ആൻഡ് ഓൾ. ഐ വിൽ സ്റ്റിക്ക് ഓൺ ടു മൈ ടൈം സോ ദാറ്റ് യു ഷുഡ് ഫീൽ വെരി ഗുഡ്, വെരി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് യു വിൽ സീ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ചോദിക്കും, യു വിൽ ഫീൽ പാർട്ടി ആസ് വെരി ഈസി, വെരി ഇന്നോവേറ്റീവ് and new things, because each chapter deals with new area. മറ്റേത് അങ്ങനെയല്ലോ, ഡയറക്ടർ തുടങ്ങി നമ്മൾ എത്ര ക്ലാസ്സാണ്, 10-12 ക്ലാസ് കണ്ടിന്യൂസ് ഡയറക്ടർ, പിന്നെ എല്ലാ ദിവസവും മീറ്റിംഗ് അല്ലേ. ഇതിപ്പോൾ അങ്ങനെയല്ല, ഓരോ 1-2 സെഷനും ഓരോരോ ഏരിയ നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ യു വിൽ ഫീൽ ലിറ്റിൽ ബിറ്റ് ഇന്നോവേറ്റീവ് ആൻഡ് റിജുനുവേറ്റഡ് ഇൻ ഈച്ച് ക്ലാസ്. ഓൾറെഡി എംബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് ദിസ് ഹാബിറ്റ്. ആ ചാർട്ട് വരച്ചിരിക്കുന്നതിനെ തന്നെ വീണ്ടും ലോ ആയിട്ട് എഴുതിയിട്ടുണ്ട്. Previous year profit and current year profit. I don't want to discuss further. Out of money provided by central government or state government as a guarantee. That is a rare situation. Now this is very important. എപ്പോഴൊക്കെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. സോ ദിസ് ഇസ് ഐ തിങ്ക് അപ്രീഷിയേറ്റ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് എഫേർട്ട്. സാധാരണ ഇത് ഒരിടത്തായിട്ട് ഗ്രൂപ്പ് ചെയ്ത് കാണത്തില്ല, പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഇത് ഒരിടത്തായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അത് നല്ലതാണ്. ഡിപ്രിസിയേഷൻ കൊടുക്കാൻ പാടില്ലാത്ത സാഹചര്യം ഏതൊക്കെയാണെന്നുള്ളതാണ്. ഡിവിഡൻഡ് അല്ലെ, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. എനിക്ക് ഡിവിഡൻഡ് ഡിപ്രിസിയേഷൻ എപ്പോഴും മാറി മാറി വരും. എ കമ്പനി ഷാൽ നോട്ട് ഡിക്ലെയർ എനി ഡിവിഡൻഡ് ഇഫ് ഇറ്റ് ഹാസ് ഡീഫോൾട്ടഡ് ഇൻ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, payment of declared dividend, repayment of any loan or institutions. അതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ട്, എനിക്ക് തോന്നുന്നു ഡെപ്പോസിറ്റ്സ് ഉണ്ട്. ഐ തിങ്ക് വേറെ ഇവിടെ വരും, ഡെപ്പോസിറ്റ്സ് ഉണ്ട്, അതും കൂടെ ചേർത്ത് പഠിക്കും. ഡെപ്പോസിറ്റ്സ്, ഈ 5 കാര്യങ്ങൾ ഡീഫോൾട്ടിൽ കിടക്കുമ്പോൾ കമ്പനികൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. ഒന്നുകൂടി പറയാൻ കുട്ടികളെ, 1, ഡിബഞ്ചർ ഉള്ള കമ്പനിയാണ്, അത് തിരിച്ചു കൊടുത്തിട്ടില്ല, അതിൻ്റെ ഇൻട്രസ്റ്റ് തിരിച്ചു കൊടുത്തിട്ടില്ല. 2, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് റിഡംഷൻ പീരീഡ് കഴിഞ്ഞിട്ടും റിഡീം ചെയ്തിട്ടില്ല. 3, ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ചില ഡിവിഡൻഡ് പെൻഡിങ് കിടക്കുന്നു, ഡിക്ലെയർ ചെയ്തിട്ടേ ഉള്ളൂ, പേ ചെയ്തിട്ടില്ല. 3, ബാങ്കിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ എടുത്തിട്ട് അത് തിരിച്ചു കൊടുത്തിട്ടില്ല. 4, ഈ 5 കൂടെ ഉണ്ട്, അത് കൂടെ പറയാം. ഡിപ്പോസിറ്റ്സ്, പബ്ലിക് ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ട് അത് തിരിച്ചു കൊടുത്തിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ പെൻഡിങ് കിടക്കുമ്പോൾ നിങ്ങൾ ഷെയർ ഹോൾഡേഴ്സിനെ ഹാപ്പി ആക്കാനായിട്ട് ഇപ്പോൾ ഡിവിഡൻഡ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്, ഡിവിഡൻഡ് കൊടുക്കണം. അത് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസേഷൻ തന്നെയാണെങ്കിലും ഇതര കാര്യങ്ങളിലുള്ള പേയ്മെന്റ്സ് എല്ലാം തന്നെ പെർഫെക്റ്റ് ആയിരിക്കണം. അത് പെൻഡിങ് കിടക്കവേ നിങ്ങൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിനോട് ലോയ്ക്ക് താല്പര്യമില്ല. ഡിബഞ്ചർ മേടിച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല, പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ കിടപ്പുണ്ട്, അത് റിഡീം ചെയ്തിട്ടില്ല, ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ട് ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പെൻഡിങ് കിടപ്പുണ്ട്, ലോണും പലിശയും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാൻ കിടപ്പുണ്ട്, മേടിച്ച ഡെപ്പോസിറ്റ്സ് തിരിച്ചു കൊടുത്തിട്ടില്ല, അത് പെൻഡിങ് കിടപ്പുണ്ട്,
ഇത്തരം കാര്യങ്ങൾ പെൻഡിങ് കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഡീഫോൾട്ട് നടക്കുമ്പോൾ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡിവിഡൻഡ് കൊടുക്കാനായിട്ടുള്ള ശ്രമം നടത്താൻ പാടില്ല. ബിക്കോസ് ലോ will allow a company to declare dividend to its shareholders only when you are a perfect company on all other financial aspects. Okay? Yes. ഫ്രീ റിസർവ്സിന് മാത്രമേ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ ഞാൻ പറഞ്ഞല്ലോ, ഫ്രീ റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ഡിസ്ട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് നിങ്ങൾക്കറിയാലോ, ഫ്രീ റിസർവ് എന്ന് പറയുന്നത് പക്ക ബുക്ക് എൻട്രി ആണ്, അവിടെ പൈസയൊന്നുമില്ല. നമ്മൾ എല്ലാ വർഷവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് അതിൽ നിന്ന് വരുന്ന നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫ്രീ റിസോഴ്സിൽ തട്ടും. അറിയാലോ അല്ലേ, അക്കൗണ്ടൻസി ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഈ ബാക്കി ഓരോ വർഷവും ബാക്കി വരുന്ന പ്രോഫിറ്റ്സ് എല്ലാ എക്സ്പെൻസും പോയതിന് ശേഷം ആ എക്സസ് കിടക്കുന്ന ഈ എമൗണ്ടിനെ നിങ്ങൾ ഫ്രീ റിസോഴ്സിലോട്ട് തട്ടും. ഈ ഫ്രീ റിസോഴ്സിനെ ഡെബിറ്റ് ചെയ്തിട്ടാണ് ബാങ്ക് ഇട്ടിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് അക്കൗണ്ടൻസി ആംഗിളിൽ. അപ്പോൾ ഫ്രീ റിസോഴ്സ് എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള, ഒരു കാര്യത്തിന് വേണ്ടിയും മാറ്റി വച്ചിട്ടില്ലാത്ത ഫ്രീ ആയിട്ടുള്ള റിസർവിനെയാണ് കുട്ടികളെ നമ്മൾ ഫ്രീ റിസർവ്സ് എന്ന് പറയുന്നത്. അതിന് ഡെഫിനിഷൻ ഉണ്ട് 2+43. ഓക്കെ. എന്നാൽ ഈ ഫ്രീ റിസർവ്സിൽ അബ്നോർമൽ ആയിട്ടുള്ള ഒരു റിസർവ്സും കൂട്ടാൻ പാടില്ല. ലൈക്ക് അൺറിയലൈസ്ഡ് ഗെയിൻ, നോഷണൽ ഗെയിൻസ്, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ബന്ധപ്പെട്ടുള്ള അബ്നോർമൽ ആയിട്ടുള്ള റീവാലുവേഷൻ ടൈപ്പ് റിസർവ്സ് ഒന്നും കൂട്ടാതെ കമ്പനി ബിസിനസ് നടത്തി മാത്രമുള്ള ലാഭവിഹിതത്തിനെ കൂട്ടിയിട്ടിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രീ റിസോഴ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടൻസിയിൽ നമ്മൾ നോക്കുമ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഏതിനെയാണ് അപ്പർ സൈഡ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്, ഫ്രീ റിസോഴ്സിനെ ഡെബിറ്റ് ചെയ്ത് ഫ്രീ റിസോഴ്സ് കുറഞ്ഞുകൊണ്ട് പോകും, നമ്മൾ എന്ത് കൂട്ടിക്കൊണ്ട് പോകും, ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെയാണ് ഒരു പരിധി ബോണസ് ഷെയർസും ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് അവിടെ ഒരു അക്കൗണ്ടൻസി ആംഗിളിൽ പറഞ്ഞുള്ളൂ, ഒന്നും വലിയ ഒരുപാട് തല വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് മൈ ഡ്യൂട്ടി ദാറ്റ് പറയണം. അതുപോലെ ഈ റിഡംഷൻ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, അമാൽഗമേഷൻ റിസർവ്, ഇതുപോലെ പല പർപ്പസിന് വേണ്ടി മാറ്റി വച്ചിട്ടുള്ള റിസർവ്സിനെ ഫ്രീ റിസർവ്സ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത്തരം റിസർവിൽ നിന്ന് എടുത്ത് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാനും പറ്റത്തില്ല. ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറയും, റിസർവ് എന്ന് പറയുന്ന വാക്ക് തന്നെ തട്ടിപ്പാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ പൈസ ഇല്ല. അത് അക്കൗണ്ടൻസി ഭാഷയിൽ നോക്കുമ്പോൾ അത് കറക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ സർപ്ലസ് വരുമ്പോഴും അതൊരു ഫിക്റ്റീഷ്യസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ബുക്ക് എൻട്രി ആയിട്ട് നമ്മൾ റിസർവിലോട്ട് മാറ്റുന്നു. ബട്ട് ഇറ്റ് ഡസൻ മീൻ ദാറ്റ് യു ഹാവ് ഈക്വൽ ക്യാഷ് ബാലൻസ്. ഓക്കെ, ക്യാഷ് ഈസ് ഡിഫറെന്റ് ഫ്രം വാട്ട് യു കോൾ ഇസ് പ്രോഫിറ്റ്. അറിയില്ല, പ്രോഫിറ്റ് വേറെ, ക്യാഷ് വേറെ. അപ്പോൾ അതുകൊണ്ട് അതിനെ കുറച്ചുകൂടി അക്കൗണ്ട്സ് ഭാഷയിൽ മനസ്സിലാക്കണം. വി ടോക്ക് അബൌട്ട് ഫ്രീ റിസോഴ്സ്, വി ഡസ് നോട്ട് ടോക്ക് അബൌട്ട് മണി. Free resource is essential for declaration of dividend because unless and until you have a distributable free resource, from accounts point of view, you cannot debit, put a double entry, concept നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതങ്ങനെ പറയാൻ കാര്യം. And these concepts, these types of free resource computation, ഇതൊക്കെ നമുക്ക് I think when I teach you buyback പഠിപ്പിക്കുമ്പോൾ, ഷെയർ ചാപ്റ്ററിൽ ബൈബാക്ക് പഠിപ്പിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി പ്രോബ്ലം ആയിട്ട് ഒന്ന് പഠിപ്പിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ്. ഇവിടെ എത്രത്തോളം ഒരു ലെവലിന് മുകളിൽ കാർഡ് കയറേണ്ട ആവശ്യമില്ല. ബൈബാക്ക് വരട്ടെ, ഐ വിൽ ഗീവ് യു സം ഒരു പ്രോബ്ലം ഒക്കെ ഇട്ട് ഫ്രീ റിസോഴ്സിൻ്റെ പഠിപ്പിച്ചാൽ അപ്പോൾ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്ക് അക്കൗണ്ട്സ് ഭാഷയിൽ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ഉണ്ടാവും. ഓക്കെ, ഒരുപാട് എടുക്കത്തില്ല, കാരണം കുറച്ച് അടുത്ത കമ്പ്യൂട്ടേഷനൊക്കെ ഉള്ളതാണ്. അതിലോട്ട് ഞാൻ അടുത്ത ക്ലാസ്സിലേ പോകത്തുള്ളൂ. ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ്സ് ടു റിസർവ്. കുട്ടികളെ ഞാൻ പറയട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം നല്ല ലാഭമുണ്ട്, 6000 കോടി ലാഭമുണ്ട്. ഇതെല്ലാം കൂടെ എടുത്തങ്ങ് ഡിവിഡൻഡായിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കമ്പനിയുടെ ഫ്യൂച്ചർ എക്സ്പാൻഷന് പൈസ വേണ്ടേ, കമ്പനിയുടെ ഫർദറായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് പൈസ വേണ്ടേ അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, പൊതുവെ കമ്പനികൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിശ്ചിത പെർസെൻറ്റേജ് റിസർവിലോട്ട് അങ്ങ് മാറ്റിയിടാം. എന്നിട്ട് ബാക്കി വരുന്ന പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് എന്ത് കൊടുത്താൽ മതി, ഡിവിഡൻഡ് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? ഇത് പഴയ ലോയില് 10% മാൻഡേറ്ററി ആയിട്ട് മാറ്റണമെന്നായിരുന്നു. പുതിയ ലോയില് മാൻഡേറ്ററി പ്രൊവിഷൻ ഇല്ല. വേണമെങ്കിൽ before declaring dividend, certain percentage of the profit
can be transferred to the reserves. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അഗൈൻ കൺസർവേറ്റീവ് അപ്രോച്ച് അല്ലേ. ഇപ്പോൾ നമ്മൾ പത്തായത്തിൽ നിന്നൊക്കെ പത്തായം എന്നുള്ള കൺസെപ്റ്റ് എന്തുവാണ്? നമ്മുടെ നാട്ടിലൊക്കെ പത്തായമില്ല. എന്താ സംഭവം? വിളവ് നടത്തി, കൃഷി നടത്തി, ഒരുപാട് നെല്ല് വന്നു. അടുത്ത പ്രാവശ്യം ഇതുപോലെ ഉണ്ടാവുമോ? മഴക്കെടുതി ഉണ്ടാവാം, നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പത്തായമുണ്ട് വീട്ടിലൊക്കെ. അപ്പം അന്നത്തെ കൺസെപ്റ്റ് എന്താണ്? നെല്ല് വെക്കുമ്പോൾ എല്ലാം കൂടെ എടുത്ത് വിതറി എല്ലാവർക്കും കൊടുക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നതിന് പകരം കുറച്ച് നെല്ല് എന്ത് ചെയ്യണം? എപ്പോഴും പത്തായത്തിൽ ഇട്ടേക്കണം. എന്തിനാ അതിൻ്റെ കൺസെപ്റ്റ്? അടുത്ത വിളവെടുപ്പ് സീസണിൽ വിളവ് കുറയുകയോ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി എന്തെങ്കിലും ഉണ്ടായിപ്പോയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്തവർ, അതുപോലെ പാവപ്പെട്ട ഒത്തിരി ആൾക്കാർക്ക് അത് ഉപയോഗപ്പെടും. ഇതാണ് പത്തായം എന്നൊരു കൺസെപ്റ്റ്. ഞാൻ ഫ്രീ റിസോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയും, നമ്മൾ ഈ മാറ്റി ഒതുക്കി ഇടുന്നത് നമുക്ക് എപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്നില്ല അല്ലേ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഓരോ വർഷവും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഒരു നിശ്ചിത ശതമാനം വേണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് വോളണ്ടറി ആയിട്ട് കുറച്ച് പൈസ, കുറച്ച് എമൗണ്ട് റിസർവിലോട്ട് മാറ്റിയിടാം. And it is not mandatory. That will be decided by the board of directors whether to park some amount. I don't call it as money, frankly. Some amount to the free resource or not. Okay. Yeah. ഇനി ഇൻഅഡിക്വേറ്റ് പ്രോഫിറ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതാണ് അത് കുറച്ച് കമ്പ്യൂട്ടേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഐ തിങ്ക് വി ആർ ഡൺ വിത്ത് ഇറ്റ്. അപ്പോൾ അറിയാലോ, ഇത് ഈ പാർട്ട് എ പഠിക്കുമ്പോൾ മുൻവിധികളെ വേണ്ട. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഓപ്പണായിട്ട് ഞാൻ പറയാം, ചില കുട്ടികൾ ചില ചാപ്റ്റർ എടുക്കുമ്പോൾ കുറച്ചൊരു പാടാണോന്നും അത് തോന്നല. കാരണം ആ ചാപ്റ്ററേ ഉള്ളൂ അങ്ങനെ, അടുത്ത ചാപ്റ്റർ വേറെ. കാരണം അതാണ് പാർട്ട് ബി ഒരു കണ്ടിന്യൂഷൻ സ്റ്റോറി. ഇവിടെ അങ്ങനെയല്ല, ഇത് ഓരോ കഥയാണ്. ഇത് നമ്മൾ സിനിമ കാണുന്നില്ലാണ്. ഡിവിഡൻഡ് ഇത് അത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഏരിയയിലോട്ട് പോകും, അത് വേറെ. പൊതുവേ ഞാൻ അതുമായിട്ട് അടുത്തുള്ള ഏരിയ എടുക്കത്തില്ല, വേറൊരു ഏരിയ എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഫ്രഷ് ചാപ്റ്റർ എടുത്തോണം. പക്ഷേ ഡു യു ഫീൽ ദാറ്റ് ഇതല്ലേ കുറച്ച് ഇൻട്രസ്റ്റിംഗ് അല്ലേ? എപ്പോഴും പറയും പാർട്ട് ബി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിൽ പാർട്ട് എ ഇറങ്ങുമ്പോൾ നല്ല രസമാണ്. പുതിയ കാര്യങ്ങളാണ്, പുതിയ ക്ലാരിറ്റി കിട്ടും, കുറേ കാര്യങ്ങളെക്കുറിച്ച് പുതിയതായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഈ പറഞ്ഞതുപോലെ ഒരു 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 ഈ പറഞ്ഞ പോലെ കോർ നമുക്ക് പറയാൻ പറ്റത്തില്ല, നോൺ കോർ ഏരിയസ് ആണ് കൂടുതലും. ഓക്കെ, അപ്പോൾ ഇന്ന് 2 സെക്ഷനാണ് നമ്മൾ നോക്കിയത്. 2:35 ഡെഫിനിഷൻ ഓഫ് ഡിവിഡൻഡും 123 സോഴ്സസ് ഓഫ് ഡിവിഡൻഡ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഒരു ബേർഡ്സ് ഐ വ്യൂവിൽ പറയുന്നത് എന്തൊക്കെയാണ് നോക്കിയെന്ന് പറയാം. ആദ്യം ഡിവിഡൻഡ് കൺസെപ്റ്റ് സാർ പറഞ്ഞു തന്നു, ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് എന്താണെന്ന് പറഞ്ഞു തന്നു. ഓക്കെ, പിന്നെ ഇൻട്രസ്റ്റും ഡിവിഡൻഡും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചു. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ലോണിന് കൊടുക്കുന്നതാണ്, ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കൊടുക്കുന്നതാണ്. ഇൻട്രസ്റ്റ് കൊടുക്കാൻ മാൻഡേറ്ററി ആണ്. നിങ്ങൾക്ക് ലാഭം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുത്തേ പറ്റൂ. പക്ഷേ ഡിവിഡൻഡ് ലാഭം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ചാർജ് ഓൺ ദ പ്രോഫിറ്റ്, അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഡിവിഡൻഡിലോട്ടെത്തി. ഡിവിഡൻഡ് ഡെഫിനിഷൻ 2:35 ഡിവിഡൻഡ് ഇൻക്ലൂഡ്സ് ഇൻറ്ററിം ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്ന് വെച്ചാൽ ഇൻറ്ററിം ഡിവിഡൻഡ് ഉൾപ്പെടും എന്നാണ് ഡെഫിനിഷൻ. പിന്നെ നമ്മൾ ഇൻറ്ററിം ഡിവിഡൻഡും ഫൈനൽ ഡിവിഡൻഡും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻറ്ററിം ഡിവിഡൻഡാണ് പരീക്ഷയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതിനെക്കുറിച്ച് കുറച്ചുകൂടി പഠിക്കാനുണ്ട്, പിന്നെ പഠിക്കാം. ഇൻറ്ററിം ഡിവിഡൻഡ് വർഷം ഓപ്പൺ ആയിരിക്കുമ്പോൾ കൊടുക്കുന്നതാണ്. അത് ബോർഡ് തന്നെ ഡിക്ലെയർ ചെയ്യുന്നതാണ്, ആരും റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഫൈനൽ ഡിവിഡൻഡ് അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷം ബോർഡ് റെക്കമെൻഡ് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സ് ഡിക്ലെയർ ചെയ്യുന്നതാണ്. ബോർഡ് റെക്കമെൻഡ് ചെയ്യുന്ന ശതമാനത്തിന് മുകളിൽ ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സിന് ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത് പറഞ്ഞു. പിന്നെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് സോഴ്സസ് ഉണ്ട്. ഡിവിഡൻഡ് കറന്റ് ഇയർ പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യാം, പ്രീവിയസ് ഇയർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യാം, ഗവൺമെന്റ് ഗ്യാരണ്ടി ചെയ്യുന്നു നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മളൊന്ന് നോക്കിയത്. പിന്നെ അതിൻ്റെ ചില വെർഷൻസ് ഒക്കെ നോക്കി. ഫ്രീ റിസോഴ്സിനെ കുറിച്ച് പറഞ്ഞു എന്താണെന്ന്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇൻറ്ററിം ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ഹോൾ ഇയർ ഡിപ്രിസിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമ്മൾ വരും ദിവസം, അതായത് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ കൂടുതലും പോകുന്നത് പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനികൾ ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയറിൽ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, അത് കുറച്ച് കമ്പ്യൂട്ടേഷൻ ഉണ്ട്, അവിടെ നോക്കണം. അതിനുശേഷം അൺപെയ്ഡ് ഡിവിഡൻഡ് സമയത്തിന് കൊടുത്തില്ലെങ്കിൽ അത് എന്ത് ചെയ്യണം, അതിനുശേഷം അതിൻ്റെ പെനാൽറ്റി, പിന്നെ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട്, ഇതുപോലത്തെ കാര്യങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഒരു ഫ്രഷായിട്ട് ഓരോ ക്ലാസ്സും ഫ്രഷായിട്ട് വരിക. ബിക്കോസ് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഏരിയയും പുതിയ ഏരിയ ആയിട്ട് തോന്നും. സോ യു വിൽ ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു ലേൺ ഇൻ എ വെരി സയൻറ്റിഫിക് വേ. ഓക്കെ, എന്തായാലും സിലബസ് ഇങ്ങനെ ഗ്രാജുവലായിട്ട് അത് മൂവ് ചെയ്തുകൊള്ളും. നിങ്ങൾ കൂടെ ഇന്ന് തന്നാൽ മതി. പക്ഷേ ഒരു സഹായം മാത്രം ചെയ്യുക. അന്നെന്നുള്ളത് ഇതിപ്പോൾ ഇന്ന് പഠിപ്പിച്ച് ഇന്നിപ്പോൾ ഞായറാഴ്ച രാവിലെ ആയുള്ളൂ, ഞായറാഴ്ച രാത്രിയോ തിങ്കളാഴ്ചയോ ഇരുന്ന് പഠിക്കുക. ഒന്ന് പഠിച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ അടുത്ത ആഴ്ച നോക്കിയാൽ മതിയല്ലോ.
അല്ലാതെ കൂട്ടി ഇടുക എന്നുണ്ടെങ്കിൽ അതോടെ കിടക്കും. ഓക്കെ, സോ യെസ്, ഹാവ് എ നൈസ് വീക്ക് ഹെഡ്. നല്ലൊരു ആഴ്ച നേരുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, പ്രദീപ് സംസാരിക്കുകയാണോ? എനിക്ക് വോയിസ് ഇങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റുമെങ്കിൽ ഇടുക. എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല വോയിസ്. അത് ചില സമയത്ത് ഒരു സിസ്റ്റത്തിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ചില സമയത്ത്. സോ അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പ്രത്യേകത അറിയാമല്ലോ. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ പാർട്ട് ബി സെക്ഷൻസ് പറയേണ്ട ദിവസമാണ്. എല്ലാ കുട്ടികളും 70-71 സെക്ഷൻസ് നല്ലതിൽ പറയുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഡിവിഡൻ്റ് ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ടേക്ക് കെയർ. എന്തൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.